കാണാൻ വന്നേ. ഓണം വന്നോണം പൊന്നോണം വന്നേ, മാബലി കേരളം കാണാൻ വന്നേ. സ്വാശ്രയക്കാരും പിന്നെ ചില പൂജാരിമാരും കാട്ടിക്കൂട്ടും കോമാളി പൂരക്കളി, രാഷ്ട്രീയ പാരക്കളി കണ്ടു മഹാബലി തേങ്ങിടുന്നേ, സ്വന്തം നെഞ്ചത്തടിച്ചു കരഞ്ഞിടുന്നേ. പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളുടെ ദിലീപ്. നാദിർഷയുടെ സംവിധാനത്തിൽ ആക്ഷേപഹാസ്യ രംഗത്ത് ഒരു പുതുതരംഗമുയർത്തിയ നാദ് ഗ്രൂപ്പിന്റെ ദേ മാവേലി കൊമ്പത്ത് എന്ന ഓഡിയോ പരമ്പരയുടെ മഹത്തായ 13ാം ഭാഗത്തിന് ഞങ്ങളിവിടെ അഭിമാനത്തോടെ തിരശ്ശീല ഉയർത്തുമ്പോൾ ഞങ്ങളോടൊപ്പം ഇതിൽ പങ്കെടുക്കുന്ന മറ്റു സുഹൃത്തുക്കളെ കൂടി ഒന്ന് പരിചയപ്പെടുത്തട്ടെ. സലീം കുമാർ, ജയസൂര്യ, കോട്ടയം നസീർ, സാഗർ ഷിയാസ്, ഏലൂർ ജോർജ്, ഹരിശ്രീ മാർട്ടിൻ, സാജു കൊടിയൻ, ഹരിശ്രീ യൂസഫ്, നന്ദു പൊതുവാൾ, കലാഭവൻ ജോഷി, ജയരാജ് സെഞ്ചുറി, ഷിനോദ് മലയാറ്റൂർ, പിഷാരടി, കൊച്ചിൻ മിമി, സിജു ഇരുമ്പനം, സുനിൽ ഞാറക്കൽ, കൊല്ലം സുനിൽ, ജ്യോതി കൃഷ്ണൻ, രാകേഷ് ആൻഡ് ഐശ്വര്യ റാവ്. സിയോൺ ക്ലാസിക്സിനു വേണ്ടി ഈ കാസറ്റ് നിർമ്മിച്ച് നിങ്ങളുടെ കയ്യിൽ എത്തിക്കുന്നത് ശ്രീ ജിനോ കുന്നുംപുറം. നിരപരാധികൾ പോലും ശിക്ഷിക്കപ്പെടുന്ന കലികാലത്തിൽ സമൂഹത്തിൽ അന്യം നിന്നുകൊണ്ടിരിക്കുന്ന ചിരിയെ പൊട്ടിച്ചിരിയാക്കി തിരിച്ചു കൊണ്ടുവരാൻ ആസാമി ബിവറേജാനന്ദ സരസ്വതി, ആസാമി ലിഖ്രാനന്ദ കൊലച്ചതി തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ ഞങ്ങൾ ഇവിടെ ഒരു ആക്ഷേപഹാസ്യ പൂജയ്ക്ക് തിരികൊളുത്തട്ടെ. ശിഷ്യന്മാരെ, പൂജക്കുള്ള ഐറ്റംസ് വാങ്ങിച്ചോ? ഇല്ല, അവളുടെ അനിയത്തി ഗിരിജയ്ക്കുള്ള ഐറ്റംസ് വാങ്ങിച്ചു. ഗിരിജക്കുള്ള ഐറ്റംസോ? നീ ഏത് പൂജയുടെ കാര്യമാണ് ഈ പറയുന്നത്? വാത്തുരുത്തി ഗിരിജയുടെ ചേച്ചി KG പൂജ. ഒന്ന് പോടപ്പ, ഞാനാ ബെടക്കിന്റെ കാര്യമല്ല ഉദ്ദേശിച്ചത്. പിന്നെ ഇത് ഒറിജിനൽ പൂജ. ഓ, ഈ പൂജ അതിന് സ്വാമി അരുൾ ചെയ്ത പോലെ. സ്വാമി അരുൾ അങ്ങനെ പലതും ചെയ്യും. അയാൾ പാൻഡിയല്ലേ, എന്നെ അതിനൊന്നും കിട്ടൂല. അതല്ല സ്വാമിജി, അങ്ങ് പറഞ്ഞ എല്ലാ ഐറ്റംസും സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. ടെൽ മീ ദി ഐറ്റംസ്. എന്തൊക്കെയാണത്? 2 കേസ് ബിയർ, 4 കേസ് സോഡ, തൊട്ടു നക്കാൻ അച്ചാർ, നോക്കിയിരിക്കാൻ ഞാനിവിടെ സെന്റർ പേജ്. ഇതൊക്കെ സെറ്റപ്പാണ്. എന്നാ പിന്നെ സമയം കളയണ്ട ഗുരുവേ, നമുക്ക് പൂജ ആരംഭിക്കാം. ഹോ ഗുരുറമ്മ, ഹോ ഗുരുറമ്മ, ഹോ ഗുരുർവിസ്കി, ഹോ ഗുരുർവീസ്കി, ഹോ ഗുരുർജിന്നേശ്വര, ഹോ ഗുരുർജിന്വേശ്വര, ഹോ ഗുരുസ്കോച്ചാൽ പരബ്രാൻഡി, ഹോ ഗുരുസ്കോച്ചാൽ പരബ്രാൻഡി, 1000 സ്ട്രോങ് ബിയർ. അതെന്താ പോയത്? ഒരു യമഹ പോയതാ. ഞാൻ തെറ്റിദ്ധരിച്ചു. അല്ല ഗുരുജി, അങ്ങയുടെ മുഖത്തെന്താ പെട്ടെന്ന് വലിയൊരു ഓട്ട? ഇത് ഓട്ടയല്ല, ഞാനൊരു കോട്ടുമായിട്ടതാ. മൈ ഗോഡ്. അതെ, ആശാൻ ഇന്ന് മനസ്സറിഞ്ഞ് മന്ത്രങ്ങൾ ചൊല്ലുന്നുണ്ടല്ലോ. അത് മനസ്സറിഞ്ഞ് മന്ത്രം ചൊല്ലുന്നതല്ല, മനം മറിഞ്ഞ് വാള് വെക്കുന്നതാ. ഗുരു, എന്തു പറ്റി? ഇതേ കൂടുതലിന് എന്ത് പറ്റാൻ? വൈ? നാം എന്തോ ആപത്ത് കാണുന്നു. വേർ? കാരണം ഇതിൽ കൂടുതൽ അടിച്ച് കോൺ തെറ്റി ഞാൻ പൂജ നടത്തിയിട്ടുണ്ട്. വെരി ഗുഡ്. പക്ഷെ അന്നൊന്നും ഞാൻ വാള് പണിതിട്ടില്ല. ഷെയിം ഷെയിം. പക്ഷെ ഇന്ന് എന്ത് പറ്റിയെന്ന് എനിക്കറിയില്ല. ഇതൊരു ദുർനിമിത്തമാണ്. ദേവസന്നിധിയുമായി ബന്ധപ്പെട്ട ഏതോ ഒരു പ്രമുഖന് എന്തോ ഒരു ആപത്ത് വരുന്നതായി നാം കാണുന്നു. 1900-2006 പാതാളം ചിങ്ങമാസത്തിലെ ഒരു കഞ്ഞി ദിവസം. അവിടെ ചങ്ങല വലിക്കുന്ന ശബ്ദം കേൾക്കുന്നില്ലേ? ആരാണ് ചോദിച്ചേ? ഞാൻ മോശക്കാർക്ക് മോശക്കാരൻ. ആരാത്? അതെ, തൊള്ള തുറക്കണ്ട. ഞങ്ങള് പ്രേതങ്ങളോ ഭൂതങ്ങളോ ഒന്നുമല്ല, ഞങ്ങള് റിയൽ എസ്റ്റേറ്റിന്റെ ആൾക്കാരാ. എസ്റ്റേറ്റുകാർക്ക് എന്താ പാതാളത്തിൽ പണി? അതെ മാവേലി, കേരളത്തിലുള്ള സകല സ്ഥലങ്ങളും ഞങ്ങൾ വാങ്ങിച്ചു കഴിഞ്ഞു. പക്ഷെ രാഷ്ട്രീയക്കാരുടെ ഇടപെടൽ മൂലം അവിടെ സ്മാർട്ട് സിറ്റി വരുന്നില്ല. അപ്പോഴാണ് ഞങ്ങൾ അറിയുന്നത് പാതാളത്തിൽ കുറെ സ്ഥലം ബാക്കിയുണ്ടെന്ന്. ഏതായാലും ഇവിടെ വന്ന് കുറെ സ്ഥലം വാങ്ങി ബിൽഡിങ്ങുകളൊക്കെ കെട്ടിപ്പൊക്കി ഇവിടെ സ്മാർട്ട് പാതാളം പണിയാമെന്ന് കരുതി. തിരുമേനി, അത് നമുക്കിട്ടൊരു പണിയായി പോയല്ലോ. അപ്പൊ ഞങ്ങൾ എങ്ങോട്ട് പോവും? നിങ്ങളെങ്ങടെങ്കിലും പോടാപ്പാ. അതെ, ഈ പാതാളത്തിന്റെ ഓണർ ഞങ്ങളാ. അതങ്ങ് പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി. പണ്ട് ഏതോ ഒരു വാമനം നിങ്ങളെ പാതാളത്തിലേക്ക് ചവിട്ടി താത്തിയെന്ന് പറഞ്ഞ് പാതാളം നിങ്ങളുടെ വകയൊന്നുമല്ല. പിന്നെ ഒരു സിമ്പതിയുടെ പുറത്ത് എറണാകുളം സൗത്തിൽ ലങ്കാലക്ഷ്മൺ എന്ന് പറഞ്ഞ ഫ്ലാറ്റിൽ ഒരു അപ്പാർട്ട്മെന്റ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തരാം. അല്ല, അതേ നടക്കുള്ളൂ. അതൊന്നും പറഞ്ഞാ പറ്റില്ല. എനിക്ക് എന്റെ പാതാളം തന്നെ വേണം. അത് വിട്ട് ഞാൻ എങ്ങോട്ടും ഇല്ല.
എന്റെ മാവേലി മാവേലി ഒന്ന് ആലോചിച്ച് നോക്കിയേ. എല്ലാ കൊല്ലവും ഈ കേരളത്തിലേക്കുള്ള പോക്ക് വളരെ ബുദ്ധിമുട്ടല്ലേ? ഇത് അവിടെ താമസിച്ചു കഴിഞ്ഞാ കേരളത്തിലേക്കുള്ള പോക്കും വരവും വണ്ടിക്കൂലിയും ഒക്കെ ലാഭിക്കാൻ പാടില്ലേ? തന്നോടല്ലേ പറഞ്ഞ ഞാനില്ലെന്ന്. ഭാവിയിലെ ഒത്തുകിട്ട് വന്നേ ഹേ, നീ എന്തിനാ എന്റെ കൈ പിടിച്ച് വലിച്ചോണ്ട് പോണേ? പറയടാ. ഭാവിയില് ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. അവര് പറയുന്നതിൽ കാര്യമില്ലേ? ഈ വെട്ടോ വെളിച്ചോ ഇല്ലാത്ത പാതാളത്തിൽ കിടന്ന് നമ്മുടെ ജീവിതം നമ്മ നശിപ്പിക്കണോ? ഫ്ലാറ്റിലാകുമ്പോ എല്ലാ സുഖ സൗകര്യങ്ങളും ഉണ്ട്, നമുക്ക് സുഖമായിട്ട് കഴിയാം. സമ്മതിക്ക്. ആണോ? അങ്ങനെയാണെങ്കിൽ പിന്നെ ഞങ്ങൾ ഓക്കെ. എവിടെ ഫ്ലാറ്റ്? ഗോ ടു ദ ഫ്ലാറ്റ്. എന്റെ ഭാവിയില് ഹായ് എന്തോ ഒരു ഭംഗി. എന്താ ഈ ഫ്ലാറ്റിന്റെ ഒരു സെറ്റപ്പ്? ഫ്ലാറ്റ് എന്ന് പറഞ്ഞപ്പോ ഞാൻ ഇത്രയും അങ്ങോട്ട് പ്രതീക്ഷിച്ചില്ല ഡൂപ്പേ. എനിക്കിഷ്ടായി, ഭയങ്കര ഇഷ്ടായി. കൊള്ളാലോ ഈ ഫ്ലാറ്റ്. ഡൂപ്പേ, ദേ ഒരു പെണ്ണ് ഇവിടെ തൂത്ത് നടന്ന് വൃത്തിയാക്കുണ്ടല്ലോ. ആരവള്? ഏതാ പെണ്ണ നീ? ഞാനിവിടുത്തെ സെർവന്റാ. സെർവന്റോ? ആ, പണിക്കാരിയാണെന്ന്. അങ്ങനെയാണെങ്കിൽ കുട്ടിയുടെ പേരെന്താ? എന്റെ പേര് വാസവദത്ത. ഒരു പണിക്കാരിക്കിടാൻ പറ്റിയ പേര് വാസവദത്ത. പിന്നെ ഞാൻ ദത്തെടുത്തോട്ടെ. കൊറേ പ്രജകൾ ഓടി വരുന്ന കേട്ടോ. ദേ, ഞാൻ കേരളത്തിൽ വന്നു പറഞ്ഞപ്പോ എന്നെ കാണാൻ വരുന്ന എന്റെ പ്രജകളാ, എന്റെ ആരാധകരാ. തിരുമേനി, അവര് ആരാധകരല്ല. അവരുടെ കയ്യിൽ കത്തിയും കുറുവടിയും ഒക്കെ ഉണ്ട്. വേഗം രക്ഷപ്പെട്ടോ. അയ്യേ, എന്താ നിങ്ങൾ ഈ കാണിക്കണേ? സത്യം പറയടാ, നീ എത്ര പ്രാവശ്യം ഇവിടെ വന്നണ്ടാ? ഞാൻ എല്ലാ വർഷവും ഇവിടെ വരാറുണ്ട്. വന്നു കഴിഞ്ഞ 10 ദിവസം കഴിഞ്ഞ് പോകാറുള്ളൂ. അപ്പൊ അത് ശരിയാ. ഇത് സ്ഥിരം പരിപാടിയാണല്ലേ? അപ്പൊ നിങ്ങളെല്ലാം തുറന്നു പറഞ്ഞ സ്ഥിതിക്ക് അണ്ണ എന്റെ സാരിന്ന് വിടണ്ണ. അണ്ണ വേണ്ടണ്ണ. ഈ പാലയും വളയും കമ്മലും മോതിരൊക്കെ ഊരിങ്ങനെ എടുത്തിങ്ങട്. ഭാവിയിലിടെ വളയും മാലയും കമ്മലും എല്ലാം ഊരിയെടുത്ത് എന്ത് വേണമെങ്കിലും ചെയ്തോ, പക്ഷെ എന്റെ മാനം കളയരുത്. അപ്പഴേ എല്ലാത്തിനും ഒന്ന് അടുപ്പിച്ചെടുത്ത് ഇങ്ങോട്ട് ഇങ്ങനെ ഒരു ഫോട്ടോ എടുക്കട്ടെ. അതെന്തിനാ ഫോട്ടോ എടുക്കണേ? അതൊക്കെ നാളെ അറിയാം. നമസ്കാരം. ഐഡിയ വിഷൻ ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. എറണാകുളം സൗത്ത് ഓവർബ്രിഡ്ജിന് സമീപമുള്ള ഫ്ളാറ്റിൽ നിന്നും മാവേലിയെയും ഡ്യൂപ്പിനെയും ദുരൂഹ സാഹചര്യത്തിൽ ഒരു സ്ത്രീയോടൊപ്പം കണ്ടതിനെ തുടർന്ന് പോലീസ് അന്വേഷണം ആരംഭിച്ചു. കേരളത്തിനകത്തും പുറത്തും ഏറെ വിവാദമായിരിക്കുന്ന ഈ കേസിനെ കുറിച്ച് പ്രേക്ഷകരുമായി സംസാരിക്കുന്നതിന് വേണ്ടി ഇപ്പോൾ സ്റ്റുഡിയോയിൽ മുൻ മുഖ്യമന്ത്രിയും ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവുമായ ശ്രീ തൊമ്മൻ ചാണ്ടി ഇതേക്കുറിച്ച് നിങ്ങളോട് സംസാരിക്കുന്നതായിരിക്കും. പറയൂ സാർ, എന്താണ് അങ്ങേക്ക് പറയാനുള്ളത്? അത് ഞങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതാണ്ട് 10,000 പേജുള്ള ഒരു ഡയറിയാണത്. അപ്പോൾ ഒരു ദിവസം ഒരു 4 പേജ് വായിക്കും, അടുത്ത ദിവസം അടുത്ത 4 പേജ് വായിക്കും. അപ്പോൾ ആദ്യത്തെ 4 പേജ് മറന്നു പോകും, പിന്നെ ആദ്യം തൊട്ട് തുടങ്ങും. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ ഇനി ഒരു 5 കൊല്ലം കൂടെ കിട്ടിയെങ്കിൽ മാത്രമേ ഇതെല്ലാം പഠിച്ച് ഒരു തീരുമാനമെടുക്കാൻ കഴിയൂ. സോറി സാർ, താങ്കളുമായി സംസാരിച്ചതിൽ കുറ്റബോധമുണ്ട്. നമുക്ക് തിരിച്ചു വരാം. ഫ്ളാറ്റിൽ നിന്നും മാവേലിയെ പിടികൂടിയ കേസിൽ യാതൊരു അഭിപ്രായവുമില്ല എന്നാണ് ഇപ്പോഴത്തെ മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത്. എന്താണ് സാർ അങ്ങനെ ഒരു നിലപാടെടുക്കാനുള്ള കാരണം? ഒരു മുഖ്യമന്ത്രി എന്ന നിലയിൽ വളരെ സാർ സമയം വളരെ പരിമിതമാണ്. സമയം കിട്ടുമ്പോൾ ഒരു 2 മാസം ലീവ് എടുത്ത് അങ്ങയോടൊപ്പം നടന്ന ഈ കാര്യങ്ങൾ കേൾക്കാവുന്നതാണ്. ഇപ്പോൾ കിട്ടിയ വാർത്ത: സംശയത്തിന്റെ നിഴലിൽ അറസ്റ്റ് ചെയ്ത മാവേലി കുറ്റക്കാരനല്ലെന്ന് തെളിഞ്ഞതുകൊണ്ടും ഓണം പ്രമാണിച്ച് കോടതിയിൽ വരെ 50% റിഡക്ഷൻ ഉള്ളതുകൊണ്ടും അദ്ദേഹത്തെ നിരുപാധികം വിട്ടയച്ചിരിക്കുന്നു. ഈ സംഭവത്തിന്റെ ജാള്യത അദ്ദേഹത്തിനുണ്ടെങ്കിലും ഇപ്പോൾ അദ്ദേഹം സെന്റ് അനസ്തേഷ്യ സ്കൂളിൽ ഓണാഘോഷ പരിപാടികളിൽ പങ്കെടുക്കുകയാണ്. ഹലോ അപ്പങ്കടി മത്സരത്തിൽ പങ്കെടുക്കുന്ന കുട്ടികളുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് സ്കൂളിന്റെ പുറകിൽ കെട്ടിയിട്ടിരിക്കുന്നത് അപ്പമല്ല, മന്ത്രി വരുമ്പോൾ പൊട്ടിക്കാനുള്ള പടക്കമാണ്. അതിൽ പോയി ആരും കടിക്കരുത്. ഹലോ പ്രത്യേക ശ്രദ്ധയ്ക്ക്. അല്പം മുമ്പ് നടന്ന ഓട്ട മത്സരത്തിന്റെ എന്താ അതെന്ത് മത്സരം? അല്പം മുമ്പ് നടന്ന ഓട്ട മത്സരം? അയ്യോ, അതൊന്നും എന്നോട് ചോദിക്കണ്ട. അവിടെ ജഡ്ജ് നിൽപ്പുണ്ട്, ജഡ്ജിനോട് ചോദിച്ചോളൂ. ഹലോ, ജഡ്ജാണോ? അതെ, ജഡ്ജാ. ഹൈക്കോടതിയിലെ ജഡ്ജൊന്നും അല്ലല്ലോ, ഭരതനാട്യത്തിന്റെ ജഡ്ജല്ലേ? അതെ. അപ്പൊ ഇത്ര മസിൽ വേണ്ട. ഇനി ചോദിക്കട്ടെ, ഈ ഓട്ടം തുള്ളൽ ശരിക്കും ആർട്സ് ആണോ സ്പോർട്സ് ആണോ? എന്റെ അഭിപ്രായത്തിൽ അത് ആർട്സ് ആണ്. പക്ഷെ എന്റെ അഭിപ്രായത്തിൽ ഈ ഓട്ടവും തുള്ളലും സ്പോർട്സ് ആണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ അതിന് മാർക്കിടാം. മസിൽ വേണ്ട. ലുക്ക് മിസ്റ്റർ ജഡേജ. ജഡേജ അല്ല, ജഡ്ജ്. എന്തെങ്കിലും ആയിക്കോട്ടെ,
എൻ്റെ നഴ്സറിയിൽ പഠിക്കുന്ന മകന് ഇവിടെ ഒരു പാട്ട് പാടാൻ അവസരം കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് മതി ബാക്കി മത്സരങ്ങൾ. സുഹൃത്തുക്കളെ, മധ്യ തിരുവിതാംകൂറിന്റെ അഭിമാനം, ബിബറേജിന്റെ പൊന്നോമനപുത്രൻ, ബാറുകളുടെ കണ്ണിലുണ്ണി, കുടിയൻ കുമാരന്റെ മകൻ ഒരു ഇംഗ്ലീഷ് ഗാനം മലയാളത്തിൽ ആലപിക്കുന്നു. ഇങ്ങനെ കയറി കിടക്കാം. കൊള്ളാം, അടിപൊളി. മോന്റെ മദ്യം അല്ല പദ്യം അസലായി. അതൊക്കെ പോട്ടെ, അച്ഛൻ മോന്റെ അടുത്ത് തന്ന ബ്രാൻഡി ഇന്ത്യ. അയ്യോച്ചാ, അത് ബ്രാൻഡി ആയിരുന്നോ? ഞാനത് റമ്മാന്ന് വിചാരിച്ചെടുത്ത് അടിച്ചുപോയി. എന്റെ ഈശ്വര, കാലത്തിന്റെ ഒരു പോക്കേ. സ്വാശ്രയ കോളേജൊക്കെ മുക്കിന് തുടങ്ങിയതുകൊണ്ട് വിദ്യാഭ്യാസം വിദ്യ ആഭാസമായി മാറിയല്ലോ. ഒരു വശത്ത് പഠിപ്പിന്റെയും മത്സരങ്ങളുടെയും പേരും പറഞ്ഞ് കുട്ടികളെ കഷ്ടപ്പെടുത്തുന്ന മാതാപിതാക്കളോടും, മറുവശത്ത് അവരെ കഷ്ടപ്പെടുത്തുന്ന സർക്കാരിനോടും സ്വാശ്രയക്കാരോടും എനിക്കൊന്നേ പറയാനുള്ളൂ. കൊച്ചുങ്ങക്കട പ്രാക്ക് കിട്ടും ഇവിടെ വിദ്യാഭ്യാസ രംഗങ്ങളിൽ. പണ്ടത്തെ പോലെയല്ലിന്ന് ജീവിത ചിലവുകൾ. വെറുതെ പ്രാന്താകും അതോർത്തോണ്ടിരുന്നാൽ. നിത്യദൂർത്തടി കഷ്ടമാർന്ന ഭരണം, കൈമണി നിംരവം. സത്യത്തിനെന്നും ഇവിടെ സ്ഥിരമാണ് മരണം. ലക്ഷ്യം പണം വാരണം. സത്യത്തിൽ ഈ നാടു നന്നാകാനായി എത്ര നാളുകൾ വേണം? ഇനി വേണം മൊത്തം കോളം കേരളം. ആദി പിടിച്ചു നടന്നു ജനങ്ങൾ, അന്തമില്ലാത്ത കടങ്ങളിൽ മുങ്ങി. ആദി പിടിച്ചു നടന്നു ജനങ്ങൾ, അന്തമില്ലാത്ത കടങ്ങളിൽ മുങ്ങി. വികസനമെന്നൊരു പേരു പറഞ്ഞ്, വികസനമെന്നൊരു പേരു പറഞ്ഞ് നേതാക്കൾ കോടികൾ വിഴുങ്ങി വിഴുങ്ങി വിഴുങ്ങി. സത്യത്തിൽ ഈ നാടു നന്നാകാനായി എത്ര നാളിനി വേണം? ഇനി വേണം മൊത്തം ചളം കേരളം. ഭാവി തുലച്ചു കളഞ്ഞു സ്റ്റുഡൻസിൻ, സ്വാശ്രയക്കാരുടെ കീശ നിറഞ്ഞു. ഭാവി തുലച്ചു കളഞ്ഞു സ്റ്റുഡൻസിൻ, സ്വാശ്രയക്കാരുടെ കീശ നിറഞ്ഞു. പഠിച്ചു വളരേണ്ട നേരം കുരുന്നുകൾ, പഠിച്ചു വളരേണ്ട നേരം കുരുന്നുകൾ സമരം ചെയ്തു നടന്നു നടന്നു തളർന്നു. സത്യത്തിൽ ഈ നാടു നന്നാകാനായി എത്ര നാളുകൾ വേണം? ഇനി വേണം മൊത്തം കോളം കേരളം. ഓണം വന്നാലും ക്രിസ്മസ് വന്നാലും കിടക്കപ്പുറതിയില്ലാത്തത് മത്സരബുദ്ധിയോടെ പെരുമാറുന്നതും ഇന്ന് TV ചാനലുകളാണ്. ഈ ചാനലുകളുടെ പിന്നാമ്പുറത്തേക്ക് നമ്മുടെ മഹാബലി തമ്പുരാനെയും കൊണ്ട് ഞാനൊന്ന് ചെന്നപ്പോൾ കണ്ട കാഴ്ചയുണ്ടല്ലോ. ഹലോ, ദേശാനെറ്റ് ചാനലാണോ? ചാനലാണ്. ഇതാരാണ്? ഞാൻ ദേശാനെറ്റ് ചാനലിന്റെ രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥൻ സീക്രട്ട് കുഞ്ഞപ്പനാണ് സംസാരിക്കുന്നത്. എന്താണ് കുഞ്ഞപ്പ, മറ്റുള്ള ചാനലുകാരുടെ പരിപാടികളെ കുറിച്ച് വല്ല വിവരവും കിട്ടിയോ? സാർ, ഞാൻ ഒരു രഹസ്യ വിവരം അറിഞ്ഞു. എന്താണ്? നമ്മുടെ ആര്യ ടിവിയിൽ ഒരു പെണ്ണ് ചുമ്മാ സ്വർണം വാരി കൊടുക്കുന്നു. സ്വർണ്ണ മുഴ. ആ സമയത്ത് നമ്മുടെ ചാനലിൽ എന്താ പരിപാടി? യക്ഷി കള്ളിയൻ ഫോറസ്റ്റ് ബ്ലൂലി. കുഞ്ഞപ്പ, അങ്ങനെയാണെങ്കിൽ ആ സമയത്ത് നമുക്ക് സ്വർണ്ണപ്പണിക്കാരെ കയറ്റാം. ഓണമാണ് വരുന്നത്. ഓണത്തിന് എന്തൊക്കെയാണോ നമ്മുടെ സ്പെഷ്യൽ പരിപാടികൾ? എല്ലാം സ്ഥിരം പരിപാടി തന്നെ. ഉത്രാടം നാളിൽ നമ്മുടെ ചാനലിലെ എല്ലാ അലവലാദികളെയും വിളിച്ച് അവതാരങ്ങളെയും വിളിച്ചു കൂട്ടി ഒരു ലൈവ് പരിപാടി.
തിരുവോണനാളിൽ വെളുപ്പിന് 5 മണിക്ക് മോഹൻലാലിന്റെ സിനിമ. അത് തീരുന്നതിന് മുമ്പ് മമ്മൂട്ടിയുടെ സൂപ്പർ ഹിറ്റ് ചലച്ചിത്രം ഓണമാണിക്യം. ഇതിനിടയിൽ സുരേഷ് ഗോപിയുടെ ശ്രീലങ്ക, തുടർന്ന് ദിലീപിന്റെ ഓണവിശേഷം, അപ്പത്തന ജയറാമിന്റെ ആനവിശേഷം. കൊള്ളാം. തിരുവോണമായിട്ട് പ്രേക്ഷകർക്ക് പച്ച വെള്ളം കുടിക്കാനുള്ള സമയം കൊടുക്കരുത്. സർ, നമ്മൾ ഈ ആര്യ ടി വിയിൽ ഓണത്തിന് പ്രക്ഷേപണം ചെയ്യുന്ന എന്തൊക്കെ പരിപാടിയാണ് സാർ? എടോ, തിരുവോണത്തിന്റെ അന്ന് നമ്മൾ 5 ഇംഗ്ലീഷ് സിനിമ എടുത്ത് മലയാളത്തിലേക്ക് പരിഭാഷ ചെയ്ത് കാണിക്കും. അത് ഏതൊക്കെയാണ് സാർ? രാവിലെ 10:30 അമ്മച്ചി തിരിച്ചു വന്നു. എനിക്ക് മനസ്സിലായില്ല. ദി മമ്മി റിട്ടേൺസ്. ഉച്ചയ്ക്ക് 12:30 ഭയങ്കര മനുഷ്യൻ സൂപ്പർമാൻ. അത് കഴിഞ്ഞ് 4 മണിക്ക് ഹോളോ മാൻ തുളഞ്ഞ മനുഷ്യൻ. വൈകിട്ട് 8:30 ബ്ലൂ ബസ്റ്റർ ചലച്ചിത്രം. നടക്കാത്ത കാര്യം മിഷൻ ഇംപോസിബിൾ. സർ, ഇതൊക്കെ വല്ല നടക്കണ കാര്യമാണോ? നടക്കണവര് നടക്കട്ടെ, കാണുന്നവര് കാണട്ടെ, നമുക്ക് കാശ് കിട്ടിയാ പോരെ. സഖാവെ, മറ്റുള്ള ചാനലുകൾ വളരെ നല്ല പരിപാടികളാണ് ഓണത്തിന് വെച്ചിരിക്കുന്നത്. എന്താണ് സഖാവെ നമ്മുടെ പരിപാടി? സഖാവ് എന്തായി പറയുന്നത്? നമ്മുടെ ഒരു പാർട്ടി ചാനലല്ലേ, മാത്രമല്ല ഭരണം നമ്മുടെ കയ്യില്, നമുക്ക് നിർബന്ധിച്ച് കാണിക്കാമെന്നേ. അതല്ല, ഓണം സ്പെഷ്യലായിട്ട് രാവിലെ 6 മണിക്ക് തന്നെ സഖാവ് മാവേലിയെ കുറിച്ചൊരു പ്രത്യേക ഡോക്യുമെന്ററി നിങ്ങൾ എന്നെ പാതാളത്തിലാക്കി. ഉച്ചയ്ക്ക് 2 മണിക്ക് സിനിമ രക്തസാക്ഷികൾ സിന്ദാബാദ്. പിന്നെ നമ്മുടെ സ്ഥിരം പരിപാടികൾ തന്നെ നമ്മൾ പേര് മാറ്റി അങ്ങോട്ട് അവതരിപ്പിക്കും. മാവേലി ഫിലിപ്പ് പ്രതികരിക്കുന്നു, മാവേലിക്ക് എന്താ കൊമ്പുണ്ടോ. പിന്നെ പ്രേക്ഷകരെ ചിരിപ്പിച്ച് കൊല്ലാൻ 2 പരിപാടികൾ, കോത്താഴം വാമനൻ ഷോയും മാവേലിയും വാമനനും പിന്നെ ഞാനും. ഈ രണ്ടാമത് പറഞ്ഞ പരിപാടിയിൽ ഇടാൻ വേണ്ടി അങ്ങ് ദുബായിൽ കൊരങ്ങനെ കണ്ട് ചിരിക്കുന്ന കുറെ ഓഡിയൻസിന്റെ കയ്യടിയും ചിരിയുടെ ഒക്കെ ക്ലിപ്പിംഗ്സ് കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെയുള്ള പരിപാടികളെല്ലാം കഴിഞ്ഞ് നേരെ വെളുക്കുമ്പോ ചുവന്ന കണ്ണുകൾ. സിനിമയാണോ? അല്ല, കണ്ടവരുടെ. പ്രിയപ്പെട്ട ചാനൽ പ്രവർത്തകരെ, അല്ലെങ്കിൽ ചാനലിലുള്ള സ്റ്റാഫുകളെ, നിങ്ങൾക്ക് എല്ലാവർക്കും ഹല്ലേലൂയ. ചാനലിന്റെ പേര് കളയല്ലേ എന്റെ അച്ഛൻ, ഒത്തിരി ജീവനോടെ വർത്താനം പറ. കർത്താവിന്റെ കാരുണ്യമുണ്ടെങ്കിൽ നമ്മൾ ഈ പ്രാവശ്യവും ഓണം അടിച്ചു പൊളിക്കും. അച്ഛന്റെ വർത്താനം കേട്ടതൊന്നും കഴിഞ്ഞ പ്രാവശ്യം അടിച്ചു പൊളിച്ചെന്ന്. എന്റെ അച്ഛൻ ചാനലിലുള്ള ഈ ഓണത്തിനുള്ള പരിപാടി എന്തൊക്കെയാണെന്ന് പറ. തിരുവോണം പ്രമാണിച്ച് രാവിലെ 6:30 മുതൽ രാവിലെ 9:30 വരെ പുന്നക്കലേച്ചന്റെ വളരെ രസകരമായ ഒരു സ്പെഷ്യൽ കുർബാന ലൈവ്. അത് കലക്കും. കുർബാന കഴിഞ്ഞാൽ മാവേലിയെ കുറിച്ചുള്ള ഒരു 3.5 മണിക്കൂർ ഡോക്യുമെന്ററി, മാവേലി നല്ല ഇടയൻ. സ്തോത്രം. അതിനുശേഷം ഇറ്റലിയിൽ നിന്നും വന്ന ഫാദർ നിക്കോളാസ് പെരാലിസിന്റെ ഓർമ്മകളിലെ ഓണം ഇറ്റലിയിൽ. അത് സൂത്രം. അല്ലച്ചോ, ഓണത്തിന് സിനിമയൊന്നുമില്ലേ? സിനിമയില്ലെന്നോ, കർത്താവിന്റെ കൃപ കൊണ്ട് 2 എണ്ണം ഒപ്പിച്ചു വെച്ചിട്ടുണ്ട്. അത് ഏതൊക്കെയാണോ? തിരുവോണം പ്രമാണിച്ച് ഉണ്ണികൃഷ്ണന്റെ ആദ്യത്തെ ക്രിസ്മസ്. ഓണത്തിനാ? പിന്നെ സംക്രാന്തിക്ക് ഇടാൻ പറ്റുമോ? എന്റെ അച്ഛൻ അതൊക്കെ പഴയതല്ലേ. പുതിയതുണ്ടല്ലോ, സമ്മർ ഇൻ ബത്ലഹേം. ഈ 2 സിനിമയും കഴിഞ്ഞാൽ കന്യാസ്ത്രീ കുഞ്ഞുങ്ങളുടെ ഒരുമാതിരി തിരുവാതിരകളി പാതിര വരെ. പിന്നീട് ബ്ലോക്ക് ബസ്റ്റർ കുർബാന. അതൊരു ഹിന്ദി സിനിമയല്ലേ? അത് കുർബാനി, ഇത് കുർബാന. ഈ ഓണം മദർ ടി വിയോടൊപ്പം മദർ ടി വിയിൽ തിരുവോണ ദിവസം രാവിലെ 6 മണി മുതൽ പ്രത്യേക പരിപാടികൾ. TP മാധവനും കാവ്യ മാധവനും, പാരസല്ലാപം, വിജയരാഘവനും പഴയ രാഘവനും, പ്രേമസല്ലാപം, ബിജു മേനോനും ബിന്ദുജാ മേനോനും, ശിങ്കാരി മേളം, ഭരത് ഗോപിയും സുരേഷ് ഗോപിയും, കുക്കറി ഷോ, നിത്യാദാസും യേശുദാസും, ഗന്ധർവ ചങ്ങാത്തം, MG ശ്രീകുമാറും ജഗതി ശ്രീകുമാറും, തറാസ് തരികിട പതനിസ. ഓണനാളുകളിലെ ഓരോ നിമിഷവും മറക്കാതിരിക്കാൻ, ഓർമ്മയിൽ സൂക്ഷിക്കുവാൻ നിങ്ങളുടെ മദർ ടിവിയിൽ പതുങ്ങിയിരുന്ന് കാണുക. ആഘോഷിക്കാം ഈ പൊന്നോണം ദേശീയാനെറ്റിനോടൊപ്പം. ഈ ഓണം ആഘോഷിക്കൂ, സമ്മാനങ്ങൾ നേടൂ ആര്യ ടിവിയോടൊപ്പം. ഈ ഓണം പ്രാണ ടിവിയോടൊപ്പം ആഘോഷിക്കൂ, സ്വർഗരാജ്യം നേടൂ. ഈ ഓണത്തിന് മദർ TV മാത്രം കാണുക, മാതൃസ്നേഹം നേടുക. കരക് TV കാണൂ, കരഞ്ഞുകൊണ്ടോടൂ നോൺ സ്റ്റോപ്പായി. കളരി പേപ്പൽ ചാനൽ, ഒരു ജനതയുടെ ആത്മാവിഷ്കാരം. ദേശീയാനെറ്റ് പ്ലസ് മൈനസ് ഹരണം ഗുണനം മൂസാക ലാസാകൂ. ഒന്ന് നിർത്തര. എല്ലാ ചാനലുകാരും അവരോടൊത്ത് മാത്രം ഓണാഘോഷിക്കാനാ പറയണേ. എന്നോടൊപ്പം ഓണാഘോഷിക്കാൻ ഇവിടെ ആരുമില്ലേ? ഈ മാവേലിയോടൊപ്പം ഓണാഘോഷിക്കാൻ ഇവിടെ ആരുമില്ലെന്ന്. ഈ ഓണം നിങ്ങൾ എന്നോടൊപ്പം ആഘോഷിക്കൂ. ഇതാരാ? ഞാൻ രമ. രമ്യ? ഇതേത് രമ? ബസ് സ്റ്റാൻഡ് രമ. മോളെ, ഐ ലവ് യു. പോടെ 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 മോ പോടെ. ഇവൾ മുംബൈ സ്റ്റൈലോ, തനിനാടൻ സ്റ്റൈലോ. നീ ചുമ്മാ ചുറ്റിപ്പറ്റി നടക്കാതെ, കാശുണ്ടെങ്കിൽ കൂടെ വാടാ, കാശില്ലെങ്കിൽ വീട്ടിൽ പോയി നാമം ചൊല്ലോ മോനെ. കാലത്തെ വീട്ടിന് ഇറങ്ങും രമ, ഒറ്റക്ക് സിറ്റിയിൽ ചുറ്റും രമ, ഓട്ടത്തിൽ ആണ്ടിനെ വീട്ടും രമ, സെറ്റപ്പ് രമ. പാർക്കിലും ബീച്ചിലും കറങ്ങും രമ, സ്റ്റാൻഡിലും തൂണിലും തുരുമ്പിലും രമ, ടൗണിലെ ലോഡ്ജിലെ മുറിയിലും രമ, സെറ്റപ്പ് രമ. കാലത്തെ വീട്ടിന് ഇറങ്ങും
ബീച്ചിലും കറങ്ങും രമ സ്റ്റാൻഡിലെ തൂണിലും തുരുമ്പിലും രമ ടൗണിലെ ലോഡ്ജിലെ മുറിയിലും രമ സെറ്റപ്പ് രമ അതിമയങ്ങണ നേരത്ത് മമ്മി മമ്മി വരും മാന്യന്മാർ കുളിരോടെ പറയും ഇടിനീ എന്തൊരു ചരക്ക് പകലുദിക്കണ നേരത്ത് രാത്രി കണ്ട അതേ മാന്യന്മാർ വെറുപോലെ പറയും ഇവളേതാണീ പെടക്ക് എന്തും കാണും കേൾക്കും രമരമ എല്ലാം സ്മൈലിൽ തീർക്കും രമരമ എന്തും കാണും കേൾക്കും രമരമ എല്ലാം സ്മൈലിൽ തീർക്കും രമരമ പെട്ടക്ക് ഞാനാ ഒടക്ക് വേണ്ട മുതുക്കം വയസ്സാ എടുക്ക് പൈസ പെട്ടക്ക് ഞാനാ ഒടക്ക് വേണ്ട മുതുക്കം വയസ്സാ എടുക്ക് പൈസ കാലത്തെ വീട്ടിന്ന് ഇറങ്ങും രമ ഒറ്റക്ക് സിറ്റിയിൽ ചുറ്റും രമ നോട്ടത്തിൽ ആണ്ടിനെ വീട്ടും രമ സെറ്റപ്പ് രമ പോടെ 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 മോൻ പോടെ 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 പോടാ 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 Come on and take me away. Won't you take me away? പോടെ പോടെ പോടാ പോടാ പെട്ടക്ക് ഞാനാ ഒടക്ക് വേണ്ട മുതുക്കം വയസ്സാ എടുക്ക് പൈസ പെട്ടക്ക് ഞാനാ ഒടക്ക് വേണ്ട മുതുക്കം വയസ്സാ എടുക്ക് പൈസ പത്ത് പഠിക്കുന്ന പ്രായത്തിൽ പൊട്ടിമുള്ളച്ചൊരു പ്രേമത്താൽ അവൾ ഒളിച്ചോടാൻ പഠിച്ചു പക്ഷെ മൂന്നാറിൽ പിടിച്ചു കുട്ടികളിയുടെ പ്രായത്തിൽ കുട്ടി ജനിച്ചൊരു നേരത്ത് വീട്ടാര് വെറുതു ചില നാട്ടാര നടത്തു പക്കം പോക്കാണിന്ന് രമരമ സ്റ്റാൻഡിൻ സ്റ്റാറാണിന്നും രമരമ പക്കം പോക്കാണിന്ന് രമരമ സ്റ്റാൻഡിൻ സ്റ്റാറാണിന്നും രമരമ കാലത്തെ വീട്ടിന്ന് ഇറങ്ങും രമ ഒറ്റക്ക് സിറ്റിയിൽ ചുറ്റും രമ നോട്ടത്തിൽ ആണ്ടിനെ വീട്ടും രമ സെറ്റപ്പ് രമ പാർക്കിലും ബീച്ചിലും കറങ്ങും രമ സ്റ്റാൻഡിലെ തൂണിലും തുരുമ്പിലും രമ ടൗണിലെ ലോഡ്ജിലെ മുറിയിലും രമ സെറ്റപ്പ് രമ പണം കണ്ടാൽ ചിരി തൂക്കും കഥ ചൊന്നാൽ തെറി കേൾക്കും കലി വന്നാൽ പുലിയാകും പുലിയായാൽ പടിവാളും പിന്നെ പൂരമാട്ടാൽ സരിഗമ സ്റ്റാൻഡിങ് സ്റ്റാറാണെന്നും രമരമ പിന്നെ പൂരമാട്ടാൽ സരിഗമ സ്റ്റാൻഡിങ് സ്റ്റാറാണെന്നും രമരമ കാലത്തെ വീട്ടിന്ന് ഇറങ്ങും രമ ഒറ്റക്ക് സിറ്റിയിൽ ചുറ്റും രമ നോട്ടത്തിൽ ആണിനെ വീട്ടും രമ സെറ്റപ്പ് രമ പാർക്കിലും ബീച്ചിലും കറങ്ങും രമ സ്റ്റാൻഡിലെ തൂണിലും തുരുമ്പിലും രമ ടൗണിലെ ലോഡ്ജിലെ മുറിയിലും രമ സെറ്റപ്പ് രമ കടലിൽ പോകുന്ന കണവന്റെ ജീവൻ കുടിലിലെ പെണ്ണിന്റെ കൈകൾ എന്നാണ് ചൊല്ല്. എന്നാൽ കടലിനക്കരെ നിന്നും വർഷങ്ങൾക്ക് ശേഷം സ്വന്തം ഭർത്താവ് വീട്ടിലേക്ക് വരുന്നു എന്ന് കേട്ടപ്പോൾ ഭാര്യ രുക്മിണി എന്തിനാണ് ഇങ്ങനെ അലമുറയിടുന്നത്? എന്താ പറ്റിയാവോ നമ്മൾക്കൊന്നും മനസ്സിലാകുന്നില്ലല്ലോ നമ്മൾക്ക് ഒന്നും മനസ്സിലാകുന്നില്ല എന്താ ഈ വീട്ടിലൊരു കൂട്ടക്കരച്ചിലും ബഹളവും? നമ്മളുടെ ഭർത്താവ് സുബ്രു 4 ദിവസം മുമ്പ് ഗൾഫിൽ നിന്നും വിമാനത്തിൽ കയറി പോറാൻ കൊടുത്തതാണ്. ഇതുവരെ വീട്ടിലെത്താൻ കൊടുത്തിട്ടില്ല തിരുമേനി. ആട്ടെ, നിങ്ങളുടെ കെട്ടിയും സുബ്രു വിമാനത്തിൽ കയറി എന്നുള്ളത് ഉറപ്പാണോ? രുക്മിണി, നീ മുല്ലപ്പൂവെല്ലാം സൂടി റെഡിയായി നിന്നോ. നമ്മൾ വിമാനത്തിൽ കയറാൻ കൊടുക്കണു, വിമാനത്തിൽ കയറാൻ കൊടുക്കണു എന്ന് 4 ദിവസം മുമ്പ് 7 പ്രാവശ്യം വിളിച്ച് പറയാൻ കൊടുത്തതാണ് തിരുമേനി. രുക്മിണി, നമ്മൾ എത്താൻ കൊടുത്തു. തിരുമൽ ദേവാ, നമ്മളുടെ സുബ്രു വരാൻ കൊടുത്തു. അയൽപക്കക്കാരെ നോക്കൂ നോക്കൂ, നമ്മളുടെ സുബ്രു വരാൻ കൊടുത്തു. എന്താ കമ്മത്തെ, വെറുതെ വീട്ടുകാരെ പേടിപ്പിച്ചു കളഞ്ഞല്ലോ. എന്താ വരാൻ വൈകിയത്? നമ്മൾക്കൊരു അബദ്ധം പറ്റാൻ കൊടുത്ത തിരുമേനി. ഈ പ്രാവശ്യം നമ്മൾ കാശ് കുറച്ചുള്ള വിമാനത്തിലാണ് വരാൻ കൊടുത്തത്. കാശ് കുറഞ്ഞ വിമാനോ? അതേത് വിമാനാ? ഒഡക്കാൻ എയർവേസ്. ഒഡക്കാൻ എയർവേസോ? ആ, അതില് മറ്റുള്ള വിമാനത്തെക്കാൾ കാശ് കുറവാണ് തിരുമേനി. ആട്ടെ, യാത്രയൊക്കെ സുഖമായിരുന്നോ? പാണ്ടിലോറിനേക്കാൾ കഷ്ടമാണ് തിരുമേനി. ഓരോരോ ജംഗ്ഷനിൽ നിർത്താൻ കൊടുത്തു, കയറ്റാൻ കൊടുത്തു, നിർത്താൻ കൊടുത്തു, കയറ്റാൻ കൊടുത്തു. അവസാനം പൊള്ളാച്ചിയിലേക്കുള്ള എരുമകളെ വരെ അവർ കയറ്റാൻ കൊടുത്തു. എന്താ സുബ്രു പറയണേ? ഇങ്ങനെയുണ്ട് ഒരു വിമാനം? തിരുമേനി, നമ്മളത് വിശദമായിട്ട് തന്നെ പറയാം.
അതെ, സാധാരണ ഫ്ലൈറ്റിലേക്ക് പടച്ച് കയറാൻ അതിൽ ഒരു ഏണി കാണും. ഈ പണ്ടാരത്തിൽ അതില്ല. പിന്നെ ടിക്കറ്റിനെ കൂടെ അവർ ഒരു സാധനം കൂടി തരും. അതെന്താ? തെങ്ങിൽ കയറുമ്പോൾ കാലിൽ ഇടണ തളപ്പ്. തളപ്പെന്തിനാ? അതെ, നമ്മളുടെ ഈ ഫ്ലൈറ്റ് ഏതെങ്കിലും ഒരു തെങ്ങിനോട് ചേർത്ത് നിർത്താൻ കൊടുക്കും. നമ്മൾ തെങ്ങിൽ കയറാൻ കൊടുത്തിട്ട് അവിടെ നിന്ന് ഫ്ലൈറ്റിലേക്ക് ചാടാൻ കൊടുക്കണം. അപ്പൊ താഴെ വീണാലോ? വീണവന്റെ കാറ്റ് പോകും, കയറിയവനെ കൊണ്ട് ഫ്ലൈറ്റും പോകും. അതെ സുബ്രു, എന്താ മാവു? ഫ്ലൈറ്റിൽ കേറുമ്പോ കൈകൂപ്പി നിന്ന് സ്വീകരിക്കാൻ ഈ എയർ ഹോസ്റ്റസ്മാരൊക്കെ ഉണ്ടാവില്ലേ? പിന്നെ 2 പേരുണ്ട്. 7 രമണി, തമ്മന, ശാന്ത. അവർ കൈ കൂപ്പിയല്ല നിൽക്കണത്, കൈ നീട്ടിയാണ് നിൽക്കാൻ കൊടുക്കണത്. അവരുടെ കൈകളിൽ നമ്മൾ കാശ് വെച്ച് കൊടുത്താൽ അവർ നമ്മളോട് ചിരിച്ച് കളിച്ച് നിൽക്കും. ഇല്ലെങ്കിലോ എവിടെങ്കിലും പോയി പണ്ടാർമേ എന്ന് പറയാൻ കൊടുക്കും. പിന്നെ മാവു, കേറുമ്പോൾ തന്നെ അവർ നമുക്ക് ഇഷ്ടമുള്ള ഒരു പത്രം തരും. ആവൂ, ആശ്വാസം. അതെങ്കിലും വായിച്ചിരിക്കാലോ. വായിച്ചിരിക്കാനല്ല പണ്ടാരം, നിലത്ത് വിറിച്ചിരിക്കാനാണ്. അപ്പൊ ഫസ്റ്റ് ക്ലാസ്സിലോ? ഓരോ സ്റ്റൂൾ ഇട്ട് കൊടുക്കും, പക്ഷെ കാശ് കൊടുക്കണം. എന്റെ ഈശ്വര, നാം എന്ത് കേക്കണേ? അപ്പൊ ഈ ഫ്ലൈറ്റിൽ സീറ്റ് ബെൽറ്റിന് എന്ത് ചെയ്യും? 2 മുടി കയർ കൊടുക്കും. അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടി കെട്ടിയാൽ അവനവന് കൊള്ളാം. ഭക്ഷണം വല്ലതും കിട്ടുവോ? കിട്ടും. കാശ് കൊടുത്താൽ തിന്നാൻ കിട്ടും. എന്ത് ഭക്ഷണം? പപ്പടം ചുട്ടത്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് എയർ ഹോസ്റ്റസ്മാർ വന്ന് നമ്മളോട് ചോദിക്കാൻ കൊടുക്കും, വേണോ എന്നെ. എന്ത്? പപ്പടം ചുട്ടത്. പിന്നെ ഫ്ലൈറ്റ് പൊങ്ങുന്നതിന് മുമ്പ് 3 പേർ വന്ന് ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തരും. അത് സേഫ്റ്റിക്കുള്ള കാര്യങ്ങളാ, അതെല്ലാ ഫ്ലൈറ്റിലും ഉള്ളതാ. തിർമുൽ ദേവ, ഇതൊന്നുമല്ല. ഒരു പള്ളിയിൽ അച്ഛൻ, ഒരു പൂശാരി, ഒരു മുസ്ലിയാറ്, അവർ ഫ്ലൈറ്റ് പൊങ്ങുന്നതിന് മുമ്പേ ഓരോ ജാതിയിൽപ്പെട്ടവർക്കും മരിക്കുന്നതിന് മുമ്പേ ചൊല്ലേണ്ട കാര്യങ്ങൾ ചൊല്ലിക്കൊടുക്കും. എന്നിട്ട് ഫ്ലൈറ്റ് പൊങ്ങുന്നതിന് മുമ്പ് അവർ ഇറങ്ങി ഓടും. എന്റെ ഈശ്വര, ഇത് എന്ത് ഫ്ലൈറ്റാ അത്? ഈ ഫ്ലൈറ്റിനെ കുറിച്ച് നല്ലതൊന്നും പറയാനില്ലേ? ഒരു നല്ല കാര്യം പറയാനുണ്ട്. സ്ഥിരമായി യാത്ര ചെയ്ത് ശീലമുള്ളവർക്ക് ഒരു മുൻഗണനയുണ്ട്. അതെന്താ അത്? അതിൽ ഒരാൾക്ക് പൈലറ്റിന്റെ കൂടെ ഒരുമിച്ച് ഇരുന്ന് യാത്ര ചെയ്യാം. അത് കൊള്ളാലോ, മറ്റൊരു ഫ്ലൈറ്റുകാരും ചെയ്യാത്ത കാര്യം അത്. ഇത് അതുകൊണ്ടൊന്നുമല്ല, ഇരുത്തിയില്ലെങ്കിൽ പ്രശ്നമാകും. അതെന്താ? പൈലറ്റിന് പിന്നെ ആര് വഴി പറഞ്ഞു കൊടുക്കുമ്പോഴോ? എന്റെ ഈശ്വര, എന്തായാലും ഒരു കുഴപ്പമില്ലാതെ തിരിച്ചെത്തിയല്ലോ. ഇനിയെങ്കിലും ഇത്തരം തരികട ഫ്ലൈറ്റിൽ കയറാതെ നോക്കുക. ദേ, പിന്നെ ഞാന് ഒരു കല്യാണത്തിന് പോണ വഴി കരച്ചിൽ കേട്ട് കയറിയതാ. എന്നാ പിന്നെ ഞാൻ ആ കല്യാണ വീട്ടിലേക്കൊന്ന് ചെല്ലട്ടെ. വെള്ളം കൊടുത്തേടാ. വെള്ളം കൊടുക്കണോന് വെള്ളം കൊണ്ടുപോകണല്ല. അവിടെ ആ മോന് പച്ചിപ്പനി വേണോ ആന്ത്രാക്ഷി വേണോ? മനസ്സിലായില്ല. എടാ, ചിക്കൻ ബിരിയാണി വേണോ അതോ പോത്ത് ബിരിയാണി വേണോന്ന്? പടച്ചോന് ആരെയും വന്നേക്കണത്? മാവേലിയാ. ബീരാനെ, നിന്റെ വീട്ടിലെ കല്യാണത്തിന് വന്നിട്ട് ഈ നിന്റെ ബന്ധുക്കളൊക്കെ ഒന്ന് പരിചയപ്പെടുത്തി താടാ. എന്റെ പൊന്നു മാവേലി, ഇവിടെ വന്നേക്കുന്ന ആൾക്കാരെ നമുക്ക് ഒരു പരിചയമില്ല. എടാ സമതേ, ചൗക്കത്തെ, സാലിയെ ഒന്ന് പരിചയപ്പെടുത്തി കൊടുത്ത മാവേലിക്ക്. പുതുവെണ്ണിന്റെ പേരെന്ത് പാത്തുമ്മ, പുതുമാരന്റെ പേരെന്ത് ബാപ്പുട്ടി, അമ്മാച്ചന്റെ പേരോ പാവ, അമ്മായിയുടെ പേരാണ് ഐഷു, അന്ത്രു. പുതുവെണ്ണിന്റെ മാമ വീരൻ ചെക്കൻ്റെ എളാപ്പ, അന്ത്രു. പുതുപെണ്ണിന്റെ മാമ വീരൻ ചെക്കൻ്റെ എളാപ്പ. ആരാണീ കല്യാണ ബ്രോക്കർ? അത് നമ്മുടെ സുബേരണിക്ക. അവന ഊബൈദിന്റെ മോനല്ലേ? ആളെ ഫൂളാക്കാനായി മിടുക്കൻ, അവൻ മുങ്ങിയാൽ പൊങ്ങാത്ത കുറുക്കൻ, കൂട്ടത്തിൽ കുറുകീത്ത താടിയൻ, നോട്ടത്തിൽ പെശകാണ പഹയൻ.
മുതപ്പാന്റെ അമ്മായി സാറ, സാറുമാന്റെ നാത്തുനാസി, ആസിത്താൻ്റെ അമ്മ, ഈ മൂവരും കല്യാണം കൂടില്ല. ആകെ വെഡിങ് കുലുമാലിലായി, ഉന്തും തള്ളും പ്രശ്നമായി. ആകെ വെഡിങ് കുലുമാലിലായി, ഉന്തും തള്ളും പ്രശ്നമായി. സാറുമാൻ്റുമ്മ അല്ല ആസിത്താണ്ടിത്ത, ഒക്കെ സാറുമാൻ്റുമ്മ അല്ല ആസിത്താണ്ടിത്ത, അല്ലടി പിന്നാരാ നിന്റെ ഉമ്മുമ്മ. സംവിധാനത്തിന്റെ ABCD അറിയാത്ത ഒരു ഒടങ്കുലി സംവിധായകൻ ചെലവ് ചുരുക്കി സിനിമ എടുത്തരാന്നും പറഞ്ഞ് എന്റെ സുഹൃത്തുകൂടിയ ഒരു നിർമ്മാതാവിന്റെ വീട്ടിൽ ചെന്നിരിക്കുകയാണ്. ഈശ്വര, അയാളുടെ ഗതി എന്താവോ? ഓ, ആരാ ഈ വാതിൽ തള്ളിപ്പൊളിക്കുന്നത്? ആരാ? എന്താ? നമസ്കാരം. ഓ, ഈ നമസ്കാരം പറയാനാണോ താൻ ഇവിടം വരെ വന്നത്? എടോ, അതൊന്ന് ഫോണിൽ വിളിച്ച് പറഞ്ഞാ പോരായിരുന്നു. എന്താ വേണ്ടത്? സാർ, ഞാനാണ് ഡയറക്ടർ ലോ കോസ്റ്റ് കുഞ്ഞപ്പൻ. ഓ, അതിന് ഞാനിപ്പോ എന്ത് വേണം? സാർ നിർമ്മിക്കുന്ന പുതിയ ചിത്രം എന്നെ ഏൽപ്പിക്കണം. അത് ഞാൻ വളരെ ചെലവ് ചുരുക്കി സംവിധാനം ചെയ്ത് അങ്ങോട്ട് തരാം. ഓ, അതിനാണോ താൻ ഈ വാതിൽ തള്ളിപ്പൊളിച്ചത്? അതിന് താൻ ആ കോളിംഗ് ബെല്ലൊന്നും അടിച്ചാ പോരായിരുന്നു? സാർ, കോളിംഗ് ബെൽ അടിച്ചാൽ അത്രയും കറണ്ട് കാശ് അങ്ങ് ചിലവായി പോകില്ലേ? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഞാൻ എല്ലാത്തിനും ചിലവ് ചുരുക്കുന്ന ആളാണെന്ന്. ബിക്കോസ് ഐ ആം ലോ കോസ്റ്റ് കുഞ്ഞപ്പൻ. ആ, ശരി ശരി. എന്തായാലും ഞാനൊരു കഥ അന്വേഷിച്ച് നടക്കാൻ തുടങ്ങിയിട്ട് കാലം കുറയായി. തന്റെ കയ്യില് പറ്റിയ കഥ വല്ലതുമുണ്ടോ? കഥ കഴിഞ്ഞു സാർ. ആരുടെ? അതല്ല, കഥ എഴുതി കഴിഞ്ഞെന്ന്. ഓ, അങ്ങനെ. ഇത് നടന്ന കഥയാണോടോ? പിന്നെ എത്ര വർഷങ്ങളായി ഞാൻ ഈ കഥയായിട്ട് ഇങ്ങ് നടക്കാൻ തുടങ്ങിയിട്ട്. ഇതാ സാർ ഗത. ഓ, ഇതെന്താണോ പെൻസിൽ കൊണ്ടാണല്ലോ എഴുതിയിരിക്കുന്നത്? സാർ, പേനയ്ക്കും മഷിക്കൊക്കെ പോയി എന്താ വില? ബിക്കോസ് ഐ ആം ലോ കോസ്റ്റ് കുഞ്ഞപ്പൻ. സംഭവിച്ചു. ഇനി ആദ്യം അറിയേണ്ടത് എന്താണ് ഈ കഥ, എന്താണ് ഈ കഥയുടെ പേര് എന്നാണ്. സാർ, ഈ കഥയ്ക്ക് പേരില്ല. അതാണ് ഈ കഥയുടെ ഏറ്റവും വലിയ പ്രത്യേകത. പേരില്ലേ? അതെന്താ അങ്ങനെ? സാർ, പേരിട്ട് കഴിഞ്ഞാൽ പോസ്റ്റർ അടിക്കണ്ടേ? പോസ്റ്ററിനും പശക്കൊക്കെ ഇപ്പൊ എന്താ വില? ഓ, നീ കുഞ്ഞപ്പനല്ലടാ, വല്യപ്പൻ. വല്യപ്പൻ മലയാള സിനിമയെ രക്ഷിക്കാമെന്ന മാണിക്യമാടാ നീ. മാണിക്യമല്ല സാർ, വെറും ഒരു മുത്ത്. മാണിക്യത്തിനൊക്കെ ഇപ്പൊ എന്താ വില? ഓ, മുത്തെങ്കി മുത്ത്. എന്റെ മുത്തേ, നീ ആ കഥയൊന്ന് പറഞ്ഞേ. സാർ, ഈ കഥയെന്ന് പറഞ്ഞാൽ ഈ കഥയിലെ നായകനും നായികയും വില്ലനും എല്ലാ കഥാപാത്രങ്ങളും ഊമകളാണ്. ഊമകളോ? അതെന്താ അങ്ങനെ? സാർ, ഡബ്ബിംഗ് ലാഭിക്കാമല്ലോ. മാത്രമല്ല, ഈ ചിത്രം ലോകത്തിലെ എല്ലാ ഭാഷകളിലും റിലീസ് ചെയ്യുകയും ചെയ്യാം. അതെങ്ങനെ? സാർ, ലോകത്തുള്ള എല്ലാ ഊമകളും ഒരേ ഭാഷയിലല്ലേ സംസാരിക്കുന്നത്. പിന്നെ നമ്മുടെ നായകനും നായികയ്ക്കും അച്ഛനും അമ്മയും ഇല്ല. അതെന്താ, അവർ ടെസ്റ്റ് ട്യൂബ് ശിശുക്കളാണോ? അയ്യോ, അതല്ല. കഥാപാത്രങ്ങൾ കൂടിയാൽ ചെലവ് കൂടില്ലേ? അച്ഛനും അമ്മയ്ക്കൊക്കെ ഇപ്പൊ എന്താ വില? ബിക്കോസ് ഐ ആം ലോ കോസ്റ്റ് കുഞ്ഞപ്പൻ. ആ, കൊള്ളാം. താന് എന്റെ ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന ആള് തന്നെ. ബാക്കി കഥ പറയൂ കുഞ്ഞപ്പ. താങ്ക് യു സാർ. നമ്മുടെ നായകനും നായികയും ജനിച്ചതും പഠിച്ചതും വളർന്നതും അനാഥാലയത്തിലാണ്. അത് കൊള്ളാം. അതാവുമ്പോ നല്ല സെന്റിമെന്റ്സ് കിട്ടും. പിന്നെ പെണ്ണ് കെട്ടിയതും ജീവിച്ചതും മരിച്ചതും അതേ അനാഥാലയത്തിൽ. ആ, മനസ്സിലായി. അപ്പോ ലൊക്കേഷൻ ചേഞ്ച് ഇല്ലല്ലോ. അങ്ങനെയും നമുക്ക് പണം ലാഭിക്കാം. മിടുക്കൻ. പിന്നെ സാർ, കഥാകൃത്ത് എഴുതി വെച്ചിരിക്കുന്നത് നായകൻ സപ്രപഞ്ചക്കെട്ടിലിൽ ഇരിക്കുന്നതായിട്ടാണ്. പക്ഷെ ഞാനത് മാറ്റി തറയിൽ ചമ്മരം പടിഞ്ഞിരിക്കുന്നതാക്കി. സപ്രപഞ്ചക്കെട്ടിലേക്ക് പോയി എന്താ വില? ബിക്കോസ് ഐ ആം ലോ കോസ്റ്റ് കുഞ്ഞപ്പൻ. അതെ. പിന്നെ ഈ ചിത്രത്തിൽ വില്ലനെ ആനയാണ് കുത്തിക്കൊല്ലുന്നത്. ആനയോ? ഇല്ല, അത് ഞാൻ മാറ്റി കോഴി കൊത്തിക്കൊല്ലുന്നതാക്കി. പിന്നെ ലോക സിനിമയിൽ ആദ്യമായിട്ടാണ് ഒരു വില്ലന് കോഴി കൊത്തിക്കൊല്ലുന്നത്.
ആ ക്രെഡിറ്റും നമ്മുടെ സിനിമയ്ക്ക് ഇരിക്കട്ടെ. എന്താ? ഓ, നീ വെറും മുത്തല്ലടാ, മുത്തപ്പനാടാ, മുത്തപ്പൻ. ആ, അതിരിക്കട്ടെ, ഈ പടത്തില് സ്റ്റണ്ട് ഇല്ലേ? സ്റ്റണ്ട് ഉണ്ടായിരുന്നു, 4 സ്റ്റണ്ട്, നായകനും വില്ലനും തമ്മിൽ. സ്റ്റണ്ടിന്റെ വക്ക് വരെ എത്തുമ്പോൾ ആരെങ്കിലും ഒന്ന് പോട്ടാ പോട്ടാ വിട്ടുകളാ പോയിക്കോട്ടാ പോട്ടേക്കാ എന്ന് പറഞ്ഞ് രണ്ടുപേരും പിടിച്ച് സോൾവ് ചെയ്ത് മാറ്റി വിടും. ആ, കൊള്ളാം കൊള്ളാം. അതിരിക്കട്ടെ കുഞ്ഞപ്പ, നമ്മുടെ ഈ പടത്തിന് ടോട്ടൽ എത്ര കോസ്റ്റ് വരും? അയ്യോ, ഇതിന് കോസ്റ്റ് പോയിട്ട് കോസ്റ്റ്യൂം വരില്ല സാർ. ഇതിനാകെപ്പാടുള്ള ചിലവെന്ന് പറഞ്ഞാൽ എനിക്കും എൻ്റെ അസിസ്റ്റന്റിനുള്ള ചിലവ് മാത്രമേ ഉള്ളൂ. എനിക്ക് 50,000, അസിസ്റ്റന്റിന് 5,000. അങ്ങനെ ആകെ മൊത്തം ടോട്ടൽ വെറും 55,000. സാർ, ഞാൻ എത്രമാത്രം ചെലവ് ചുരുക്കി അല്ലേ? ബിക്കോസ് ഐ ആം ലോ കോസ്റ്റ് കുഞ്ഞപ്പൻ. എന്നാ കുഞ്ഞപ്പ കേട്ടു, തന്നെ ഞാൻ കടത്തി വെട്ടാൻ തീരുമാനിച്ചിരിക്കുന്നു. വാട്ട് എ സർപ്രൈസ്! എങ്ങനെ? ആ, പറഞ്ഞു തരാം. ഒരു 50,000 രൂപയും കൂടെ ലാഭിക്കാനുള്ള ഒരു വഴി ഞാൻ കണ്ടുപിടിച്ചിരിക്കുന്നു എന്ന്. സാർ, ആ സീക്രട്ട് എനിക്കൂടി ഒന്ന് പറഞ്ഞു തരുമോ? പറഞ്ഞു തരാം. തന്നെ മാറ്റി പകരം തന്റെ അസിസ്റ്റന്റിനെ കൊണ്ട് ഈ പടം ഞാൻ സംവിധാനം ചെയ്യിപ്പിക്കും. അപ്പോൾ എനിക്ക് ചെലവ് വെറും 5,000. സാർ, ഓ, ഈ ലോ കോസ്റ്റ് കുഞ്ഞപ്പന് വരെ എന്താ വില? എടോ കഞ്ഞി പ്രൊഡ്യൂസറെ, എന്നാ തന്റെ ഈ പടം തിയേറ്ററിൽ ഇറങ്ങുന്നതിന് മുമ്പ് വ്യാജ CD ആയിട്ട് ഇറങ്ങി താൻ കുത്തുവാളെടുത്ത് പോട്ടെ. ഓ, അങ്ങനെ പ്രാകാതടോ കുഞ്ഞപ്പ. എടോ, തനിക്കറിയൂ, എന്റെ കഴിഞ്ഞ പടത്തിനും ഇതേ ഗതിയായിരുന്നു. എന്റെ പുതിയ പടത്തിൻ CD വന്നടോ, ഞാൻ എടുത്ത പടത്തിൻ വ്യാജം വന്നടോ. ഓ, പുതിയ പടത്തിൻ CD വന്നടോ, ഞാൻ എടുത്ത പടത്തിൻ വ്യാജം വന്നടോ. സൂപ്പർ സ്റ്റാർ ഉള്ളൊരു ആക്ഷൻ ഫിലിം എടോ, അതും സൂപ്പർ സ്റ്റാർ ഉള്ളൊരു ആക്ഷൻ ഫിലിം എടോ. ഞാൻ കോടികൾ മുടക്കി എടുത്ത പടമെടോ. ഇതിലെ നടനം നടത്തുവാൻ തെലുങ്കു നടിയെ വിളിച്ചടോ. അവള് കിടന്ന് വെറുതെ കുലുങ്ങി ലക്ഷങ്ങൾ പൊട്ടിച്ചടോ. എന്റെ പുതിയ പടത്തിൻ CD വന്നടോ, ഞാൻ എടുത്ത പടത്തിൻ വ്യാജം വന്നടോ. താരങ്ങൾ വന്നെത്തി, ലൊക്കേഷൻ കണ്ടെത്തി, ഷൂട്ടിംഗ് തുടങ്ങിയപ്പോൾ അവിടെല്ലാരും ചൊല്ലി ഇത് സൂപ്പർ ഹിറ്റാകും. ന്യൂയോർക്കിൽ സെറ്റിട്ട് ഇംഗ്ലീഷ് ട്യൂണിട്ട സോങ്ങും ചേർത്തതല്ലേ. ഒരു ഹോളിവുഡ് സ്റ്റണ്ട് മാസ്റ്ററെ കൊണ്ടുവന്നില്ലേ. എന്റെ ബെൻസ് വിറ്റു ഞാൻ, വൈഫിൻ ഗോൾഡും വിറ്റു ഞാൻ, പടമിറക്കാൻ വീണ്ടും മുടക്കി ഒരു 1.5 കോടി കൂടി. എന്റെ പുതിയ പടത്തിൻ CD വന്നടോ, ഞാൻ എടുത്ത പടത്തിൻ വ്യാജം വന്നടോ. പ്രിവ്യൂവിന്റെ ഗസ്റ്റെല്ലാം വന്നെത്തി, മൂവി തുടങ്ങിയപ്പോൾ അവരെല്ലാരും ചൊല്ലി ഇത് CD-യിൽ കണ്ടതല്ലേ. കാര്യമറിഞ്ഞപ്പോൾ വാട്ട് പിടിച്ചു ഞാൻ, പൊട്ടിക്കരഞ്ഞു പോയി. പിന്നെ എല്ലാരെയും തല്ലി ഞാൻ മുണ്ടു പറിച്ചെറിഞ്ഞു. മെന്റൽ ആശുപത്രിയിൽ എന്നെ കൊണ്ടുപോയതോ. 2 ഷോക്കും തന്നു ചെവിയിൽ, ഇപ്പോൾ ചെമ്പരത്തി പൂവ. പുതിയ പടത്തിൻ വ്യാജം വന്നടോ, സൂപ്പർ സ്റ്റാർ ഉള്ളൊരു സൂപ്പർ ഫിലിം എടോ. ഒടുക്കം എനിക്ക് ഭ്രാന്ത് പിടിച്ചടോ. എവിടാ നോക്കിയാലും മൊബൈൽ ഫോണാണ്. ഇത് സ്ഥാനത്താണോ അസ്ഥാനത്താണോ ഉപയോഗിക്കേണ്ടതെന്ന് ഇത് ഉപയോഗിക്കുന്ന പലർക്കും അറിയില്ല എന്നതാണ് വാസ്തവം. ദാ ഈ ഹോസ്പിറ്റലിലും അത് തന്നെയാണ് സംഭവിച്ചത്. അയ്യോ
അയ്യോ എന്റെ നടുവൊടിഞ്ഞേ അമ്മേ എന്റെ എന്ത് പറ്റിയത്? ചേട്ടാ ഒരു ആക്സിഡന്റ് കുളത്തിൽ വീണതാ. എങ്ങനെ വീണത്? മൊബൈൽ ഫോൺ വന്നപ്പോ പുള്ളി റേഞ്ച് അന്വേഷിച്ച് പറമ്പി നടന്നതാ, പൊട്ടക്കുളത്തിൽ വീണു. ഒരു കാര്യം ചെയ്യും, പെട്ടെന്ന് തിയേറ്ററിലേക്ക് കയറ്റി കൃത്രിമ ശ്വാസം കൊടുക്കാം. എന്റെ പൊന്ന് ചേട്ടാ, കാശ് ഇത്തിരി കൂടുതലാണെങ്കിലും കുഴപ്പമില്ല, ഒരു കൃത്രിമവും വേണ്ട, ഒറിജിനൽ ശ്വാസം കൊടു. ഹലോ അതെ സുഗുണന, എന്താ ഈ പറയണ? എന്റെ കാശില്ല, അത് നടക്കില്ല എന്ന് പറഞ്ഞാൽ നടക്കില്ല. ഇത് ഇവിടെ നടക്കില്ല. എന്ത് നടക്കില്ല? എടോ ഇതൊരു ഹോസ്പിറ്റലാണ്, ഇവിടെ നിശബ്ദത പാലിക്കണം, അല്ലാതെ ഫോൺ ചെയ്ത് ബഹളം ഉണ്ടാക്കരുത്. ഇപ്പൊ ഫോൺ ചെയ്ത് ഞാനും ബഹളം ഉണ്ടാക്കുന്ന സിസ്റ്റർ ആണല്ലോ. എടോ താൻ ICUവിന്റെ മുമ്പിൽ കിടന്നാണ് ബഹളം ഉണ്ടാക്കുന്നത്, അത് അകത്ത് കിടക്കുന്ന പേഷ്യന്റ് ബുദ്ധിമുട്ടുണ്ടാക്കും. ആ അത് ശരി, ICUവിന്റെ അകത്ത് കിടക്കുന്ന എന്റെ അപ്പനാണ് എന്നെ ഫോൺ വിളിച്ചത്. മൊബൈലിന്റെ ബില്ലടച്ചില്ലെങ്കിലേ ഫോൺ കട്ടായി പോകുന്നു. ഈ മുടിഞ്ഞ മൊബൈൽ ഫോൺ, എന്ത് കഷ്ടമാണ് എന്റെ ഈശ്വര. ചേച്ചി ഒരിക്കലും അങ്ങനെ പറയരുത്, എനിക്കൊരു ശല്യമില്ല. ചേച്ചി ഇങ്ങോട്ട് വന്നേ, ഒരു കാര്യം ഞാൻ പറഞ്ഞു. എന്താ? ഉദാഹരണത്തിന് എന്റെ ചേച്ചിക്ക് വെറുതെ ഇരിക്കുമ്പോ ചേട്ടന്റെ അമ്മയ്ക്ക് വിളിക്കാം, ചേട്ടൻ വെറുതെ ഇരിക്കുമ്പോ ചേച്ചിയുടെ അമ്മയ്ക്ക് വിളിക്കാം, ചേച്ചി വീട്ടിലില്ലാത്തപ്പോ ചേട്ടൻ അയൽവക്കത്ത് ആരെങ്കിലും വിളിക്കാം, പിന്നെ ചേട്ടനില്ലാത്തപ്പോ ചേച്ചിക്ക് എന്നെ വിളിക്കാം. ഇങ്ങനെയൊക്കെ അല്ലയോ ഓരോ ബന്ധങ്ങൾ ഉടലെടുക്കുന്നത്. ഇനി ബന്ധം ഉടലെടുത്താൽ തന്റെ കുടല് ഞാൻ എടുക്കും. തെണ്ടി ഓരോരോ നമ്പറായിട്ട് ഇറങ്ങിയേക്കണം. ഒരു നമ്പർ ഉണ്ട്, തരട്ടെ? 944770. അയ്യോ അത് ഡോക്ടർ ആണോ? പിന്നെ തരാം. സിസ്റ്റർ ലില്ലി, എന്ത് പറ്റി ഡോക്ടർ? ഒന്നിങ്ങ് വരൂ പ്ലീസ്. എന്താ? കം ഓൺ. ഈശ്വര, ആ ഡോക്ടർ കോരയും ആ സിസ്റ്റർ പാരയും തമ്മിൽ എന്താണാവോ സംസാരിക്കുന്നത്? എന്റെ അപ്പൻ എന്ത് സംഭവിച്ചോ ആവോ? ഡോക്ടർ എന്തായി പറയുന്നത്? നമ്മൾ ഇനി എന്ത് ചെയ്യും ഡോക്ടർ? ഇനി സിസ്റ്റർ ഒന്ന് വിളിച്ചു നോക്കൂ. ഞാൻ വിളിച്ചു നോക്കി, ഒരു അനക്കവും ഇല്ല ഡോക്ടർ. ഒന്നുകൂടി വിളിച്ചു നോക്കൂ. ഡോക്ടർ ഞങ്ങൾ 3-4 പേര് മാറി മാറി വിളിച്ചു നോക്കി, പക്ഷെ ഒരു അനക്കവും ഇല്ല. മൈ ഗോഡ്, ഈശ്വര ചതിച്ച, എന്റെ അപ്പൻ എന്ത് പറ്റി? എന്റെ അപ്പം മരിച്ച. തന്റെ അപ്പം മരിച്ചെന്ന് ആരാ പറഞ്ഞത്? അപ്പൊ മരിച്ചില്ലേ? അപ്പൊ ഡോക്ടർ വിളിച്ചിട്ട് ഒരു അനക്കമില്ല എന്ന് പറഞ്ഞതാ. എടോ അതെ, എന്റെ മൊബൈൽ ഫോൺ കാണാനില്ല, അതിലേക്ക് ഇവരൊക്കെ വിളിച്ചിട്ട് യാതൊരു അനക്കൂല്ല എന്നാ പറയുന്നത്. അപ്പൊ എന്റെ അപ്പന്റെ ഓപ്പറേഷൻ കഴിഞ്ഞാ? അപ്പന്റെ ഓപ്പറേഷൻ കഴിഞ്ഞ് തുന്നിക്കെട്ടും കഴിഞ്ഞു. ഡോക്ടർ ഡോക്ടർ, ഇപ്പൊ ഓപ്പറേഷൻ കഴിഞ്ഞ രോഗിക്ക് ഒരു വല്ലാത്ത വിറയലോ? ഈ തുടർച്ചയായിട്ട് വിറയ്ക്കുന്നുണ്ടോ? ഇല്ല, തുടർച്ചയായിട്ടൊന്നുമില്ല, എന്നാലും ഈ വിട്ട് ഒരു വല്ലാത്ത ഒരു വൈബ്രേഷൻ. വൈബ്രേഷൻ? ഓ വൈബ്രേഷൻ, കിട്ടി, പിടികിട്ടി. എന്റെ മൊബൈൽ ഫോൺ എവിടെയാണെന്ന് പിടികിട്ടി. സിസ്റ്റർ ലില്ലി. യെസ് ഡോക്ടർ. അത്യാവശ്യമായിട്ട് ഒരു ഓപ്പറേഷൻ കൂടി വേണ്ടി വരും. ദൈവമേ, അതെന്തിനാ? എന്തിനാണെന്നാ? എടാ തെണ്ടി, നിന്റെ അപ്പന്റെ വയറ്റിൽ കിടന്ന് വൈബ്രേറ്റ് ചെയ്യണത് എന്റെ മൊബൈൽ ഫോണാടാ. ഇഷ്ടമുള്ളൊരു വാങ്ങും സെൽഫോൺ.
ഒരു ചായ, ഒരു കടി, ഒരു നേരം മനുഷ്യന്. കട ഏതായാലും കടി നന്നായാൽ മതി. ജാതി ചോദിക്കരുത്, പറയരുത്. പറ്റുമെങ്കിൽ പറിച്ചു കൊണ്ടുപോയി കൊള്ളണം. മനസ്സിലായില്ലേ? എടോ ജാതിത്തെ, അതാ ഞാൻ ഉദ്ദേശിച്ചത്. അല്ലാത്തതായി വിഡ്ഢികളെ പോലെ ജാതിയുടെ പിന്നാലെ ഓടാനൊന്നും നമ്മളെ കിട്ടുന്നില്ല. എന്താ തിരുമേനി ഓടണത്? വീട്ടിൽ ആർക്കെങ്കിലും ആപത്തുണ്ടായോ? കുടുംബത്തിന് യാതൊരു ആപത്തുണ്ടായില്ല, സമുദായത്തിനാ. എന്താ സംഭവിച്ചെന്ന് വെച്ചാ അങ്ങോട്ട് തെളിച്ച് പറയാ. ഇനി പറയാനൊന്നുമില്ല, ചെയ്യാനേ ഉള്ളൂ. നമ്മുടെ കൊക്കിന് ജീവനുണ്ടെങ്കിൽ ഇതൊന്നും നടക്കാൻ പാടില്ല. എന്ത്? നമ്മുടെ അമ്പലത്തിന്റെ മുമ്പിൽ പള്ളി പണിയണു. ആണോ? ശിവ ശിവ, എടാ കുമാര, എന്താ? രാഘവ, നാരായണ, സതീശ, കയ്യിലുള്ളതൊക്കെ എടുത്തിട്ട് ഓടി വാടാ. കഴിഞ്ഞു. അച്ഛോ അറിഞ്ഞില്ലേ? പള്ളി പണിയാൻ സമ്മതിക്കില്ലെന്ന്. സമ്മതിക്കില്ലെന്നോ? അതങ്ങ് പള്ളി പറഞ്ഞാ മതി. അതുകൊണ്ടല്ലേ ഇവിടെ വന്ന് പറഞ്ഞത്. പള്ളി പണിയാണ് ഉദ്ദേശിച്ച സ്ഥലത്ത് തന്നെ പള്ളി പണിഞ്ഞിരിക്കും. കപ്പ്യാരെ, മണിയടിച്ചാളി കൂട്ടുക. കുര്യാക്കോസ്, മാർക്കോസ്, ലാസറ്, ജോസഫ്, ചാക്കോ, ഓടി വാടാ. ഇതെന്താ ഓണം പ്രമാണിച്ച ആളുകൾ കയ്യിൽ ആയുധങ്ങളായി അമ്പലത്തിന് മുന്നിൽ കൂടിയിട്ടുണ്ടല്ലോ. ചേട്ടാ, എന്താ പ്രശ്നം? ഹൈ, മാവേലി അറിഞ്ഞില്ലേ? അമ്പലത്തിന്റെ മുമ്പില് പള്ളി പണിയണു. ശിവ ശിവ. അങ്ങനെയോ? അത് ശരിയല്ലല്ലോ. അതെ, പള്ളി പണിയണമെന്ന് ഞങ്ങൾ ക്രിസ്ത്യാനികൾ വിചാരിച്ചു കഴിഞ്ഞാൽ പള്ളി പണിഞ്ഞിരിക്കും. മാവേലി ഈ പ്രശ്നത്തിൽ ഇടപെടണ്ട, മനസ്സിലായ? എന്നാ അത് കണ്ടിട്ടേ കാര്യമുള്ളൂ. ധൈര്യം ഉണ്ടെങ്കിൽ പണിയടാ. യുദ്ധം നടക്കും, യുദ്ധം. നിർത്ത്, നിർത്താനാ പറഞ്ഞേ. അച്ഛനും നിർത്ത്, നമ്പൂരി നിർത്ത്. ഇവിടെ പള്ളി പണിയണമെന്ന് പറഞ്ഞിട്ട് ഞാൻ നോക്കിയിട്ട് പള്ളി പണിയുടെ ലക്ഷണമൊന്നും കാണുന്നില്ലല്ലോ. നിങ്ങളോടൊക്കെ ആരാ പറഞ്ഞേ ഇവിടെ പള്ളി പണിയണമെന്ന്? പറയടാ. എന്നോട് പറഞ്ഞ മാധവനാണ്. എന്നോട് പറഞ്ഞത് പാത്രോസ് ആണ്. എന്നോടാരും പറഞ്ഞില്ല, ഞാൻ ഇടി കാണാൻ വേണ്ടി വന്നതാ. നമ്പൂതിരിയോട് ഇത് ആരാ പറഞ്ഞേ? ഇല്ല തപ്പല്ല, അല്ലാണ്ട് ആരാ? എന്നോട് പറഞ്ഞ കാതറ, ഈ സ്ഥലത്തിന്റെ ഓണർ. അതെ, ഞമ്മളാണ് പറഞ്ഞത് ഇവിടെ പള്ളി പണിയണമെന്ന്. ഞമ്മള് പറഞ്ഞ പള്ളി പണിതിരിക്കും. ശിവ ശിവ, അപ്പൊ ഇവരുടെ പള്ളിയാ അല്ലേ? അതെ, എന്റെ സ്ഥലത്ത് പള്ളി പണിയണത് കൃഷി ചെയ്യാനാ. എന്തേ കേക്കണേ? കൃഷി ചെയ്യാൻ പള്ളി പണിയേ? എന്റെ പൊന്നു മാവേലി, ഈ പള്ളി പള്ളി എന്ന് പറയുമ്പോ ഇവരുദ്ദേശിക്കുന്ന പള്ളിയല്ല ഈ പള്ളി. എടാ പള്ളി. എന്താ തമ്പ്രക്ക? ദേ, ഈ പുള്ളിയാണ് നമ്മുടെ സ്ഥലത്ത് പണിയെടുക്കണ പണിക്കാരൻ. പള്ളി പറഞ്ഞു കൊടുക്കണ പള്ളി. എന്റെ പേര് പള്ളിയിലും എന്റെ പെങ്ങളുടെ പേര് വള്ളിന്ന് വിട്ടതപ്പോ എന്റെ കുറ്റമാണ്. നിങ്ങൾ ആര് പണിയെന്ന് പറഞ്ഞാലും ഈ പള്ളി പണിയും. എനിക്ക് ജീവിക്കണ്ടേ തമ്പ്ര? ഈ പള്ളിയുടെ ഒരു കാര്യം, അതെ, ഈ ജാതിയും മതമൊക്കെ മനുഷ്യന്റെ നന്മയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയതാ, അല്ലാതെ പരസ്പരം തല്ലുണ്ടാക്കാൻ ഉണ്ടാക്കിയതല്ല. ഇതാ പറഞ്ഞത്, കാളെ പെറ്റൂന്ന് കേൾക്കുമ്പോഴേ കയറെടുക്കരുതെന്ന്. അവിടെ കയറെടുക്കാൻ പറയുന്നു, അവിടെ കാളെ പെറ്റുന്ന തോന്നണേ. കാള പറ്റതൊന്നുമല്ല, ചാണ്ടി വെള്ളം അടിച്ചു വന്ന് അവിടെ പൂരം തുടങ്ങിയൊക്കെയാണ്. ചാണ്ടി തൊഴിച്ചത് ഭാര്യയുടെ മുതുകത്ത്, പട്ടയടിച്ചു കിറുങ്ങിയ നേരത്ത്. ചാണ്ടി തൊഴിച്ചത് ഭാര്യയുടെ മുതുകത്ത്, പട്ടയടിച്ചു കിറുങ്ങിയ നേരത്ത്. ചട്ടിയെടുത്ത് എറിഞ്ഞത് മുറ്റത്ത്, ആ ചട്ടി പതിച്ചൊരു പട്ടിടമയ്യത്ത്. ചാണ്ടി തൊഴിച്ചത് ഭാര്യയുടെ മുതുകത്ത്, പട്ടയടിച്ചു കിറുങ്ങിയ നേരത്ത്. ചെത്ത് കഴിഞ്ഞ് വരുന്ന വഴിക്ക് കള്ള് കൊടുത്തത് ചെല്ലപ്പൻ. പെണ്ണിനെ പറ്റി ഒരേഷണി കൂട്ടി മെനഞ്ഞത് വല്യപ്പൻ. അത് നിന്റപ്പൻ. അത് കേട്ട് നടു റോഡിൽ നിന്നൊരുപാട് ഭരണിപ്പാട്ടുകൾ തറവാടി ചാണ്ടിച്ചൻ പാടി. ഉടുമുണ്ടും തലയിൽ കെട്ടി തിരുവാതിര ചോടും വച്ച് കടവാവല് പോലവനോടി. അരിശം തീർത്തത് ഭാര്യയുടെ മുതുകത്ത്, ഭാര്യ തിരിച്ചു കൊടുത്തത് മോന്തയ്ക്ക്. ചാണ്ടി തൊഴിച്ചത് ഭാര്യയുടെ മുതുകത്ത്, പട്ടയടിച്ചു കിറുങ്ങിയ നേരത്ത്.
കറക്കി എറിഞ്ഞത് കൊണ്ടത് ചാണ്ടിട നെഞ്ചത്ത്. ഇത് കണ്ട് രസിക്കാനായി അയൽവാസി വർക്കിച്ചേട്ടൻ ഗമയോടെ ആ രംഗത്തെത്തി. ചാണ്ടീരെ നേരെ എറിഞ്ഞ് കൊതിക്കാത്ത തേങ്ങയൊരെണ്ണം വർക്കിയുടെ നേർക്ക് പാഞ്ഞു. ചെന്ന് പതിച്ചത് വർക്കിട മർമ്മത്ത്. കുടുകൂടെ ചാണ്ടി കുടിച്ചുടൻ സർബത്ത്. ചാണ്ടി തൊഴിച്ചത് ഭാര്യയുടെ മുതുകത്ത്. പട്ടയടിച്ചു ഇറങ്ങിയ നേരത്ത്. സത്യത്തിൽ കേരള രാഷ്ട്രീയം കണ്ടും കേട്ടും കൊണ്ടും കൊടുത്തും ജനത്തിന് വെറുത്തു. എങ്കിലും ഇടയ്ക്കൊക്കെ ഇവരുടെ രഹസ്യ സംവാദങ്ങൾ കേൾക്കുന്നതും കാണുന്നതും ഒരു രസം തന്നെയല്ലേ? എല്ലാ മാന്യ പ്രേക്ഷകർക്കും കണ്ണുകടിയിലേക്ക് സ്വാഗതം. കണ്ണുകടിയിൽ ഇന്ന് കൂലങ്കഷമായ ഒരു ചർച്ചയാണ് അവതരിപ്പിക്കുന്നത്. കേരളത്തിലെ പല പ്രമുഖ വ്യക്തികളും ഇന്നത്തെ കണ്ണുകടിയിൽ പങ്കെടുക്കുന്നു. ആദ്യമായി കടന്നു വരുന്നത് കേരള രാഷ്ട്രീയത്തിലെ ഏഷണി ആചാര്യൻ എന്നറിയപ്പെടുന്ന നമ്മുടെ പ്രിയങ്കരനായ ലീഡറാണ്. നമസ്കാരം. കേരളീയരോട് എനിക്കൊന്നേ പറയാനുള്ളൂ, ഞാനെങ്ങും പോയിട്ടില്ല, ഇപ്പോഴും ഇവിടെ തന്നെ ഉണ്ട്. ലീഡർ മാത്രമല്ല ഇവിടെ എത്തിയിരിക്കുന്നത്, അദ്ദേഹത്തിന്റെ കൂടെ അദ്ദേഹത്തിന്റെ മകനും എത്തിയിട്ടുണ്ട്, കെ ചുരളീധരൻ. അതാരും പറഞ്ഞിട്ട് കാര്യമില്ല, ഞാനിപ്പോഴും അച്ഛന്റെ കൂടെ തന്നെ ഉണ്ട്. അതറിയാം, അച്ഛനെയും കൊണ്ടുപോകുള്ളൂ അല്ലേ? ആരാ പാട്ടിട്ടത്? അച്ഛന്റെ മനസ്സ് വേദനിപ്പിക്കുന്ന രീതിയിൽ ആ പാട്ടിട്ടത് ഒട്ടും ശരിയായില്ല. അതുകൊണ്ട് നിങ്ങൾ ഈ പാട്ടിപ്പം നിർത്തണം. പാട്ട് നിർത്തിയിട്ടൊന്നും ഒരു കാര്യമില്ല. ജനങ്ങൾക്ക് വേണ്ടാത്ത നിങ്ങളുടെ ആ പാർട്ടി നിർത്തിയാലേ തൻ്റെ അച്ഛൻ്റെ വേദന മാറും. ആ DIC എന്നുള്ള പേര് മാറ്റി അതൊന്ന് തിരിച്ച് CID നാക്കി നോക്ക്, നല്ല പണി കിട്ടും. അല്ല മുഖ്യമന്ത്രി സാറേ, ചാണ്ടി സാറിന്റെ ഭരണകാലത്ത് ലോക്കപ്പ് മർദ്ദനത്തിനും ലോക്കപ്പ് മരണത്തിനുമെതിരെ ഒരുപാട് ഒച്ചപ്പാടുണ്ടാക്കിയവരല്ലേ നിങ്ങൾ? ഇപ്പം നിങ്ങളുടെ ഭരണം തുടങ്ങി കുറച്ചു കാലത്തിനിടയ്ക്ക് കേരളത്തിൽ അത്തരം കേസുകൾ റിപ്പോർട്ട് ചെയ്തല്ലോ. എന്നിട്ടെന്താ അങ്ങ് ഇതുവരെ പ്രതികരിക്കാത്തെ? അങ്ങനെ ചോദിച്ചാൽ ഞാൻ മുഖ്യമന്ത്രിയാണോ? ആണ്. എന്നാൽ അധികാരം വല്ലതുമുണ്ടോ? ഇല്ല. ആഭ്യന്തരമില്ല, ധനകാര്യമില്ല, ഒരു കാര്യവുമില്ല. അത് കൊള്ളാം, അത് കൊള്ളാം. അല്ല ചുരുളി മോനെ, ഈ അടുത്ത ദിവസം അച്ഛൻ താങ്കളോട് പാർട്ടിയുടെ ചെയർമാൻ സ്ഥാനം രാജിവെക്കാൻ ആവശ്യപ്പെട്ടു എന്ന് കേട്ടല്ലോ. അച്ഛൻ അങ്ങനെ പറയില്ല. അങ്ങനെ അച്ഛൻ പറഞ്ഞ ഞാൻ വേണ്ടാന്ന് വെക്കും. ചെയർമാൻ സ്ഥാനോ? അല്ല, അച്ഛനെ. അല്ല, നിങ്ങളുടെ കൂട്ടത്തിൽ പപ്പിമോള് വന്നില്ലേ? ഇന്നവൾക്ക് വരാൻ പറ്റില്ല. ഇന്നല്ലേ കറണ്ട് കാശ് അടയ്ക്കുന്ന ദിവസം. ഇപ്പോൾ എല്ലാ മാസവും അവൾ കൃത്യമായി കറണ്ട് കാശ് അടയ്ക്കുന്നുണ്ട്. അതൊക്കെ പോട്ടെ, താങ്കൾ ഉണ്ടാക്കിയ പാർട്ടി 18 സീറ്റിൽ മത്സരിച്ചിട്ട് ഒരു സീറ്റല്ലേ ലഭിച്ചുള്ളൂ. അതിനെ കുറിച്ച് താങ്കളുടെ അഭിപ്രായം എന്താ? ഞാൻ പാർട്ടി ഉണ്ടാക്കിയിട്ട് 1 വർഷമല്ലേ ആയുള്ളൂ. 1 വയസ്സുള്ള കുട്ടിക്ക് ഹരിമുരളീദേവൻ പാടാൻ പറ്റില്ലല്ലോ. അവന് ഒന്നിനു പോകാനല്ലേ പറ്റൂ. ഒരു തരത്തിൽ പറഞ്ഞാൽ നമ്മൾ രണ്ടുപേരും തുല്യ ദുഃഖിതരാ. നമ്മൾ രണ്ടുപേരും ഭരിച്ചപ്പോൾ കേരളം സ്വർഗമായിരുന്നു. നമ്മൾ രണ്ടുപേരെയും ചവിട്ടിത്താഴ്ത്തി. മാവേലിയെ വാമനൻ ചവിട്ടിത്താഴ്ത്തി, എന്നെ ഈ ഇരിക്കുന്ന വാനരന്മാർ ചവിട്ടിത്താഴ്ത്തി. അതുകൊണ്ട് നമുക്ക് രണ്ടുപേർക്കും കൂടി ഒരു പാർട്ടി ഉണ്ടാക്കാം. അതിന്റെ ആദ്യ ചർച്ചയ്ക്കായി ഞാൻ പാതാളത്തിലേക്ക് വരുന്നുണ്ട്. അങ്ങനെ ഒരു പഴഞ്ചൊല്ലു കൂടി ഇവിടെ യാഥാർത്ഥ്യമാവുകയാണ്. ഏത് പഴഞ്ചൊല്ല്? പാപി ചെല്ലുന്നിടം പാതാളം. എന്തൊക്കെയായാലും രാഷ്ട്രീയത്തിലുള്ള വിശ്വാസം ജനങ്ങൾക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു. വെള്ള ഷർട്ടും മുണ്ടും ധരിച്ച് ജനങ്ങളെ പറ്റിക്കുന്ന കപട രാഷ്ട്രീയക്കാരേക്കാൾ മിടുക്കന്മാരായ കള്ളന്മാർ നമ്മുടെ നാട്ടിലുണ്ട്. അവരുടെ വേഷം കോട്ടും സൂട്ടാ. സൂട്ടും കോട്ടും ധരിച്ച് തയ്യും കെട്ടി നടക്കും ജെന്റിൽമാൻമാർ നാട്ടിലുണ്ടടേ. കാശുള്ളോളെ വളച്ച് പെണ്ണ് കെട്ടിക്കഴിഞ്ഞാൽ സെറ്റപ്പൊക്കെ ഗെറ്റപ്പാണടേ. ബ്രാൻഡി കുപ്പി എടുത്ത് 2 എണ്ണം മങ്ങടിച്ചാൽ ചെറ്റത്തരം നാക്കത്താണടേ. പിന്നാലെ ഒച്ചപ്പാടും പേക്കുത്താണടേ. സൂട്ടും കോട്ടും ധരിച്ച് തയ്യും കെട്ടി നടക്കും ജെന്റിൽമാൻമാർ നാട്ടിലുണ്ടടേ. കാശുള്ളോളെ വളച്ച് പെണ്ണ് കെട്ടിക്കഴിഞ്ഞാൽ സെറ്റപ്പൊക്കെ ഗെറ്റപ്പാണടേ.
രണ്ടെണ്ണം അങ്ങടിച്ചാൽ ചെറ്റത്തരം നാക്കത്താണടി പിന്നാലെ ഒച്ചപ്പാടും പീക്കുത്താണടി കണ്ടാലെന്തെന്ത് മാന്യൻ നാട്ടിൽ വിലയുള്ള കേമൻ പക്ഷെ തക്കം കിട്ടിയാൽ പെണ്ണുങ്ങളെ തോണ്ടൽ കണ്ടാലെന്തെന്ത് മാന്യൻ നാട്ടിൽ വിലയുള്ള കേമൻ പക്ഷെ തക്കം കിട്ടിയാൽ പെണ്ണുങ്ങളെ തോണ്ടൽ കുടിക്കേയില്ല ചിലർ വലിക്കേയില്ല പക്ഷേ വിശ്വസിച്ച് വീട്ടിൽ കയറ്റിയാൽ ഈ മാന്യന്മാർ കുടുംബം തോണ്ടി കൊളമാക്കി തരും 10-ാം മാസം സർവന്റിനൊരു കുഞ്ഞിക്കാൽ നൽകും സൂട്ടും കോട്ടും ധരിച്ച് തയ്യും കെട്ടി നടക്കും ജെന്റിൽമാൻമാർ നാട്ടിലുണ്ടേ കാശുള്ളോളെ വളച്ച് പെണ്ണ് കെട്ടിക്കഴിഞ്ഞാൽ സെറ്റപ്പൊക്കെ ഗെറ്റപ്പാണടേ ബ്രാൻഡിക്കുപ്പി എടുത്ത് രണ്ടെണ്ണം അങ്ങടിച്ചാൽ ചെറ്റത്തരം നാക്കത്താണടി പിന്നാലെ ഒച്ചപ്പാടും പീക്കുത്താണടി പടച്ചവൻ കൂട്ടിയെടുക്കുന്നതിനെ മനുഷ്യനായിട്ട് പിരിക്കാൻ ശ്രമിക്കരുത്. പക്ഷേ നമ്മുടെ പ്രിയപ്പെട്ട ആമിന താത്തയും ബീരാനിക്കയും പിരിയാൻ തീരുമാനിച്ചു വാശി പിടിച്ചാൽ നമുക്കെന്ത് ചെയ്യാൻ സാധിക്കും? ഓർഡർ ഓർഡർ. വളരെ പ്രമാദമായ ബീരാൻ ആമിന വിവാഹമോചന കേസാണ് ഇന്ന് ഈ കുടുംബ കോടതി അവഗണനയ്ക്കെടുത്തിരിക്കുന്നത്. വാദം ആരംഭിക്കാം. ഒരു പോക്ക് വീട്ടിൽ ഒളിച്ചോടിപ്പോയ പോക്കര് കാക്കാട് അവിഹിത ബന്ധത്തിലെ മകൻ ബീരാൻ ഹാജരുണ്ടോ ഹാജരുണ്ടോ ഹാജരുണ്ടോ? പഠിച്ചോനെ, ഇത് ബയോഡാറ്റ മൊത്തം വിളിച്ചു പറയണ്ടല്ല. ഹലോ, നമ്മള് മാത്രമേ ഉള്ളൂ, ആര്യാരില്ല. വെടിക്കെട്ട് പറമ്പിൽ കഫക്കെട്ട് മുഹമ്മദിന്റെ മകൾ എന്നറിയപ്പെടുന്ന ആരാന്റെ മകൾ ആമിന ഹാജരുണ്ടോ ഹാജരുണ്ടോ ഹാജരുണ്ടോ? അമറണ്ട, ഞമ്മള് സുബൈ കഴിഞ്ഞപ്പോ വന്ന് നിൽക്കണം അവിടെ. ബീരാൻ, ഈ കോടതി മുമ്പാകെ സത്യം മാത്രമേ ബോധിപ്പിക്കാവൂ. നമ്മള് സത്യം മാത്രമേ പറയുള്ളൂ, നുണ പറയാൻ വേണ്ടി വക്കീലിനെ കൊണ്ടുവന്നുണ്ട്. ആമിന, ഈ കോടതി മുമ്പാകെ സത്യം മാത്രമേ ബോധിപ്പിക്കാവൂ. അങ്ങനെയാണെങ്കിൽ ഇവളെ പിടിച്ച് കോടതിയുടെ പുറകിലേക്ക് നിർത്തേണ്ടി വരും. വാ പൊളിച്ച നോണേ പറയുള്ളൂ ശൈത്താൻ. കള്ള കാഫറ, ഇത് കോടതിയാണ്. നിന്നോടല്ല ഹിമാറ, ഈ നിൽക്കണ കാക്കാനോട് പറഞ്ഞാണ്. സൈലൻസ് പ്ലീസ്. കോടതി ഒരു വട്ടം കൂടി ചോദിക്കുകയാണ്, നിങ്ങൾ വേർപിരിയാൻ തന്നെ തീരുമാനിച്ചോ? എന്റെ പൊന്നു കോടതി, ഈ മുതലിന്റെ കൂടെ ജീവിക്കണേലും ഭേദം വല്ല മുതലയുടെ വായിൽ തല വെച്ചു കൊടുക്കുന്നതാ. ആമിന, ബീരാനോടൊപ്പമുള്ള ജീവിതത്തെ കുറിച്ച് ആമിനയുടെ അഭിപ്രായം എന്താണ്? ചുമ്മാ ചത്ത പാമ്പിനെ എടുത്ത് തോളത്തിട്ടതുപോലെയല്ലേ ഇയാളുടെ കൂടെയുള്ള ജീവിതം. പാമ്പാണെങ്കിൽ ഒന്ന് കൊത്തണം, അല്ലെങ്കിൽ ഒന്ന് ചീറ്റണം, അറ്റ്ലീസ്റ്റ് ഒരു പത്തിയെങ്കിലും വിടർത്തണം. ഇത് ചുമ്മാ ചുറ്റി പിണഞ്ഞിടുന്നിട്ട് എന്താ കാര്യം? ഓഹോ, അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങൾ. ആമിന, നിങ്ങൾക്ക് ഈ ബീരാനുമായി പിരിയണം എന്ന് തോന്നി തുടങ്ങിയത് ഇന്നു മുതലാണ്. പറയാൻ കോടതി, എട്ടും പൊട്ടും തിരിയാത്ത പ്രായത്തിലായിരുന്നു നമ്മുടെ നിക്കാഹ്. കൂട്ടുകാരികൾ പറഞ്ഞു തന്ന കുറെ മണിയറ രഹസ്യങ്ങളും കേട്ട് കോരി തരിച്ചാണ് നമ്മൾ ഒരു വെട്ട് ഗ്ലാസ് നിറയെ പാലുമായിട്ട് മണിയറയിലേക്ക് ലജ്ജാവതിയായിട്ട് കടന്നു ചെന്നത്. പാലും നേരെ നീട്ടി. അപ്പൊ ഈ നിക്കണ കൂരിമോറൻ ഞമ്മളോട് പറയാണ്, പാല് ഞമ്മക്ക് വേണ്ടടി, പിരിയൂന്ന്. അന്ന് തൊട്ടാണ് കോടതി ഇങ്ങേരുമായിട്ട് പിരിയണം എന്ന് നമ്മുടെ കൽബിൽ തോന്നി തുടങ്ങിയത്. അത് ശരി. മിസ്റ്റർ ബീരാൻ, നിങ്ങൾ എന്തിനാണ് ആദ്യ രാത്രിയിൽ മദ്യപിച്ചത്? എന്റെ കോടതി, നമ്മുടെ ബാപ്പയാണ് ഈ കല്യാണം കൊണ്ടുവന്നത്. നല്ല സുന്ദരിയാണ്, മിടുക്കിയാണ് എന്നൊക്കെയാണ് നമ്മളോട് പറഞ്ഞത്. നമ്മൾ പെണ്ണിനെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. നിക്കാഹ് കഴിഞ്ഞ് താലി കെട്ടാൻ തട്ടം മാറ്റി നോക്കിയപ്പോഴാണ് നമ്മൾ ഞെട്ടിപ്പോയത്. ഒട്ടകത്തിന് തട്ടം ഇടിയിച്ച പോലെ ഒരു തീ. അപ്പോഴല്ലേ സ്പീക്കറിൽ ഒരു പാട്ട് കേൾക്കുന്നത്, ഒട്ടകത്തെ കെട്ടിക്കോ കെട്ടിയോനെ തട്ടിക്കോന്ന്. അന്നാണ് ആ പാട്ടിന്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കിയത്. കെട്ടിന്റെ ഞെട്ടല് മാറാൻ വേണ്ടി രണ്ടെണ്ണം നമ്മൾ വിട്ട്, അതിന്റെ കെട്ടിറങ്ങാൻ വേണ്ടി പിറ്റേന്ന് രണ്ടെണ്ണം വിട്ട്, അങ്ങനെ കെട്ടുവിടാൻ വേണ്ടി വിട്ട് 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 പെട്ടിയിലടക്കാറായി. മിസ്റ്റർ ബീരാൻ, ആമിനയും നിങ്ങളും തമ്മിൽ മാനസിക പ്രശ്നങ്ങളുണ്ടെന്ന് കോടതിക്ക് മനസ്സിലായി. പക്ഷേ എനിക്ക് മനസ്സിലാവാത്ത അതല്ല, ഈ 5 കുട്ടികൾ നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായെന്ന? അതൊരു പ്ലാവാവുമ്പോ എല്ലാ സീസണിലും ചക്ക ഉണ്ടാവും. അതിന് ഉടമസ്ഥൻ തന്നെ വളരണമെന്നില്ല, അത് പ്രകൃതി നിയമമാണ്. ഈ കേസിന്റെ വിധി അടുത്ത മാസത്തേക്ക് നീട്ടിവെച്ചിരിക്കുന്നു. പഠിച്ചോനെ നീട്ടല്ലേട്ടാ, കല്യാണം കഴിച്ചതിന്റെ പിറ്റേന്ന് കൊടുത്ത കേസാണിത്. നീട്ടി 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 മക്കൾ 5ആയി.
ഇതിന്റെ വിധി ഇന്നെങ്കിലും ഒന്ന് പറഞ്ഞില്ലെങ്കിൽ നമ്മുടെ വിധി കണ്ടവരാരും ഉണ്ടാവില്ല. അങ്ങനെയാണെങ്കിൽ ഈ കേസിന്റെ വിധി ഇപ്പോൾ തന്നെ പറയുകയാണ്. നീണ്ട 20 വർഷക്കാലം ജീവൻ പണയം വെച്ച് ആമിനയോടൊപ്പം ജീവിച്ച വീരാന് 50,000 രൂപ നഷ്ടപരിഹാരം കൊടുക്കാൻ ആമിനയോട് ഈ കോടതി വിധിക്കുന്നു. പടച്ചോനെ, 50,000 രൂപ 10 പോത്തിന് 30,000 രൂപ ഉള്ളല്ലോ. പിന്നെയാണ് ഈ ആന്ത്രാക്സ് പിടിച്ച വെട്ടുപോത്തിന് 50,000 രൂപ. ആമിനത്താത്ത അങ്ങനെ അവസാനം ഡൈവേഴ്സ് ഒപ്പിച്ചല്ലേ? ഇനി എന്താ ഇത്തയുടെ അടുത്ത പ്ലാൻ? ഇനി ഞമ്മക്ക് സ്വസ്ഥായിട്ട് ഒരുത്തനെ നിക്കാഹ് കഴിച്ച് സുഖമായിട്ട് അങ്ങോട്ട് ജീവിക്കണം. ആ മാവേലി, നല്ലൊരു പഹയന്റെ ആലോചന വന്നിട്ടുണ്ട്. അന്ത്രുക്കാക്ക, PK അന്ത്രുക്കാക്ക. ഏത്? ആ കറുത്തു മെലിഞ്ഞ് തടിച്ചു കൊടുത്ത് അന്തർക്കിയ? അത് തന്നെ. പിടിച്ചതിനും വലുതാളേല് അന്തർക്കാള് ശരിയല്ല. എന്താ കുഴപ്പം? കുഴപ്പങ്ങളേ ഉള്ളൂ. ചിലർ തട്ടം കെട്ടി ചാലക്കുടി വച്ചേ ആളെ പിടികൂടി പൊക്കിയെടുത്ത് മരത്തി കെട്ടി ഷാജാശേക്കാക്കി ദേവാണ്ടി പട പോലെ ആളുകളും കൂടി ചാപ്പി ചാപ്പി അന്ത്രുക്കായെ ഇഞ്ചപ്പതമാക്കി. അന്ത്രുക്കാക്ക 9 കെട്ടി റംലത്ത് ദൗലത്ത് കൗലത്ത് സീനത്ത് വീണ്ടും കെട്ടാൻ പദ്ധതി കൂട്ടി. അമ്പട 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 ലമ്പട 5-6 പിന്നെ കെട്ടി ഐഷുമവാത്തുമ മീയുമ മറിയുമ പട്ടാപ്പീന്നൊരു നട്ടും കിട്ടി. പിടികൂടാൻ ചിലർ ചട്ടം കെട്ടി. പിടിക്കണ പോലെ ഒരുത്തൻ കുറ്റിയിൽ പിടികൂടി. അന്ത്രുക്കാക്ക വല കുറിയലറി മുതുകത്ത് പതിച്ചു. ഒരുത്തൻ കൂമ്പിരിട്ട് തന്നെ ഒന്ന് തൊഴിച്ചു. അന്ത്രുവാ കുളിച്ച് നിന്ന് കണ്ണ് മിഴിച്ചു. വള്ളക്കാരോ ആ സമയത്ത് പേടച്ചു. പുള്ളി തൊള്ള തുറന്ന് തള്ളെ വിളിച്ചു. മൈക്കിൾ ജാക്സൺ കാറും പോലെ അന്ത്രു കിടന്ന് കരഞ്ഞു വിളിച്ചു. രാഷ്ട്രീയക്കാർ അലറും പോലെ കൊണ്ടവരണ്ട് ഉരുണ്ട് കളിച്ചു. അന്ത്രുക്കായുടെ മർമ്മം നോക്കി വന്നവർ ഓടിയിടിച്ചു. ഒക്കിയെടുത്ത് കുനിച്ചു നിർത്തി അമ്മാൻ കൂത്ത് കളിച്ചിരിച്ചു. അന്ത്രുക്കായുടെ വാക്കും കൂടെ മൊട്ടയടിച്ചു. ഏടാകൂടത്തിൽ ചാടി നമ്മുടെ അന്ത്രുക്ക ഇളവഴി കേറിത്തോടും ചാടി ഓടി അന്ത്രുക്ക. ഏടാകൂടത്തിൽ ചാടി നമ്മുടെ അന്ത്രുക്ക ഇളവഴി കേറിത്തോടും ചാടി ഓടി അന്ത്രുക്ക. മാവേലിയോടൊപ്പം സഞ്ചരിച്ച എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. പ്രശസ്ത സിനിമ TV താരങ്ങളെ അണിനിരത്തി നാദ് ഗ്രൂപ്പ് അഭിമാന പുരസ്സരം കാഴ്ചവെക്കുന്നു. ഗാനമേള, മെമിക്സ്, സിനിമാറ്റിക് ഡാൻസ് എന്നിവ കോർത്തിണക്കിക്കൊണ്ട് 3.5 മണിക്കൂർ നേരം സൂപ്പർ മെഗാ സ്റ്റേജ് ഷോ. ബുക്കിംഗിന് 9440007999 ആൻഡ് 9846999199.